ഹായ് ഓൾ, വെൽക്കം ടു ദ നെക്സ്റ്റ് വീഡിയോ ഓഫ് ബ്രൈറ്റ് ടു സക്സസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് +2 ഇംഗ്ലീഷിലെ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇംഗ്ലീഷിലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും സമ്മറിയാണ് നോക്കാനായിട്ട് പോകുന്നത്. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും എന്ന് പറയുമ്പോൾ പോയിൻറ്റ്സ് നമ്മൾ നോക്കുന്നില്ല, അല്ലാണ്ട് വരുന്ന ഷോർട്ട് സ്റ്റോറി, പിന്നെ പ്ലേ, അതുപോലത്തെ ബാക്കി എല്ലാ കാര്യങ്ങളും, പോയിൻറ്റ്സ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. നല്ലപോലെ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, സമ്മറി നല്ലപോലെ മനസ്സിലാക്കാം. ഇനി നമുക്ക് എല്ലാത്തിൻ്റെയും ഫോർമാറ്റ് നോക്കാനായിട്ടുണ്ട്. അത് നമുക്ക് ഉടനെ നോക്കാം. ഞാൻ ഓൾറെഡി വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഏതോ ഒരു വീഡിയോ മിസ്സിംഗ് ആണ് ഇടയ്ക്ക് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് അതിലൊന്നാണ് അപ്ലോഡ് ചെയ്യാറുണ്ടത്. ഓക്കെ, അപ്പം ഞാൻ അതെല്ലാം നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും സമ്മറിയാണ്. നമുക്കറിയാം, ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ത്രീ എൽസ് ഓഫ് എംപവർമെൻ്റ് ആണ് വരുന്നത് അല്ലേ. എന്താണ് ആ ചാപ്റ്റർ മുഴുവൻ നമ്മളോട് പറയുന്നത് വുമണിനെ പറ്റിയിട്ടാണല്ലേ. ഒരു വുമണിനെ നമുക്ക് എങ്ങനെ എംപവർ ആക്കാം, ഓക്കെ, അതിനെ പറ്റിയിട്ടാണ് നമുക്ക് ആ ഒരു ചാപ്റ്റർ പറയുന്നത്. നമുക്ക് നോക്കാം. മാർക്കിൻ്റെ ഉണ്ട് എന്ന് പറയുമ്പം നമുക്ക് നോർമലി 8 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ ഒരു പോയിന്റ് കമ്പാരിസൺ ഉണ്ടായിരിക്കും. പിന്നെ എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ജോബ് ആപ്ലിക്കേഷൻ റെസ്യൂമി വരാറുണ്ട്. ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് ജോബ് ആപ്ലിക്കേഷനാണ് റെസ്യൂമി വരുന്നത്, 5 മാർക്കിനാണ് വരുന്നത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രഗ് അബ്യൂസോ വുമൺ എംപവർമെൻറ്റോ പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെൻ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ബേസ് ചെയ്തോ ഒക്കെ നമുക്ക് എന്തെങ്കിലും എസ്സേ എഴുതാനോ ആർട്ടിക്കിൾ എഴുതാനോ ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ മനസ്സിലാക്കുക, ചാപ്റ്റർ മനസ്സിലാക്കുക കേട്ടോ. നമുക്ക് നോക്കാം. The true empowerment of women can happen only if they play a greater economic role in the modern world. Today, women don't contribute their true potential, and hence the per capita income of several countries are less. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ക്രിസ്ത്യൻ ലഗാർഡെ ഒരു സ്പീച്ചാണ്. ക്രിസ്ത്യൻ ലഗാർഡയുടെ ഒരു സ്പീച്ചാണ് ഈ ഒരു ചാപ്റ്റർ മുഴുവൻ പറയുന്നത്. ഓക്കെ, എങ്ങനെ വുമൻസിനെ എംപവർ ആക്കാം എന്നുള്ളതാണ് ആര് പറയുന്നത്, ക്രിസ്ത്യൻ ലഗാർഡെ പറയുന്നത് അല്ലേ. അപ്പോൾ ക്രിസ്ത്യൻ ലഗാർഡെ പറയുന്നത് എങ്ങനെയൊക്കെ എംപവർ ആക്കാമെന്നാണ് വുമൻസിനെ 3 എൽസ് കൊണ്ട് വുമൻസിനെ എംപവർ ആക്കാമെന്നാണ് ക്രിസ്ത്യൻ ലഗാർഡെ പറയുന്നത്. അതിലേതൊക്കെയാണ് ആ 3 എൽ? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പാണ് ഈ 3 എൽ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. ക്രിസ്ത്യൻ ലഗാർഡെ 3 എൽ ഏതെന്ന് ചോദിക്കാറുണ്ട് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട്. അപ്പോൾ ഏതൊക്കെയാണ്? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ് കൊണ്ട് വുമൻസിനെ എംപവർ ആക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തൊക്കെ പറയുന്നുണ്ട്? ട്രൂ വുമൺ. ഓക്കെ, ട്രൂ എംപവർമെൻറ്റ് ഓഫ് വുമൺ എപ്പോഴാണ് നടക്കുന്നത്? നമുക്കറിയാമല്ലേ, നമ്മുടെ ഇന്ത്യൻ എക്കോണമി നമ്മുടെ നാഷണൽ ഇൻകം എടുത്ത് നോക്കിയാൽ അതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നടത്തിയിരിക്കുന്നത് മെന്നാണ്. ഓക്കെ, അതൊക്കെ ചേഞ്ച് ആവണം. ഓക്കെ, അവിടെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എപ്പോഴും എംപവർമെൻറ്റ് കൊണ്ടുവരേണ്ടത്. നമ്മൾ നോർമലി കോളേജസിലും സ്കൂൾസിലൊക്കെ ഇക്വാലിറ്റിയെ പറ്റിയിട്ട് വാദിക്കാറുണ്ട്. ഓക്കെ, ഒരു ബോയ് ഗേൾ അടുത്തിരിക്കുക, അതല്ല ഇക്വാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അതിലും അപ്പുറം മറ്റു പല കാര്യങ്ങളും ഉണ്ട്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ സ്കൂൾസിൽ, നമ്മുടെ പ്രൈവറ്റ് സ്കൂൾസിലൊക്കെ മെയിൽ ടീച്ചറിനും ഫീമെയിൽ ടീച്ചറിനും 2 പേർക്കും 2 സാലറിയൊക്കെയാണ് വരുന്നത്. ഓക്കെ, മെയിൽ ടീച്ചറിന് കൂടുതലും ഫീമെയിൽ ടീച്ചറിന് കുറവായിരിക്കും, അങ്ങനെയൊക്കെയാണ് സാലറി വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ ചേഞ്ച് കൊണ്ടുവരേണ്ടത്. ഓക്കെ, അപ്പോൾ അതിലൂടെയൊക്കെ ആയാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, വുമണിനെ എംപവർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആദ്യം എംപവർമെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഇക്വാലിറ്റിയാണ്. ഓക്കെ, half of our world population is women, but their economic contribution is less than 50%. നമുക്കറിയാം, നമ്മുടെ കൺട്രിയിൽ പകുതി കൂടുതൽ പേരും ആരാണ്? വുമൻസ് ആണ്. പക്ഷേ അവർ ഇൻകം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് എക്കോണമിയിലേക്ക് ഇൻകം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വളരെ ലെസ്സാണ്. വി ക്യാൻ ചേഞ്ച് ദിസ് സ്റ്റേറ്റ് ഓഫ് അഫെയർസ് വിത്ത് 3 എൽസ് ഓഫ് എംപവർമെൻറ്റ്. ദേ ആർ ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. Learning or education is the first step women empower. Learning helps to women to help themselves and come out of the exclusion. Learning എന്തിനെ സഹായിക്കുമെന്നാണ് പറയുന്നത്? ഇപ്പം തന്നെ ലേണിംഗ് പലപ്പോഴും നിങ്ങൾക്ക് പോലും എഡ്യൂക്കേഷൻ ഉള്ളത് കൊണ്ട് നമ്മുടെ ലൈഫിൽ പല ചേഞ്ചസും വരാറുണ്ടല്ലേ. നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ, നമ്മുടെ അങ്ങോട്ടുള്ള സ്റ്റേറ്റ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വുമൻസ് എപ്പോഴും മെന്നിന് അടിമയാണ്, അല്ലെങ്കിൽ മെന്നിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരാളാണ് എന്നുള്ളൊരു സങ്കല്പമാണ്. ഓക്കെ, അവരൊരു പ്രൊട്ടക്ഷൻ വലയത്തിലും മെന്നിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ വലയത്തിലാണ് എന്നൊരു സങ്കല്പത്തിലൂടെയാണ് ജീവിക്കുന്നത്. ഓക്കെ, അപ്പം അതിനെ മാറ്റാനായിട്ട് ആര്
സഹായിക്കും? എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലേണിംഗ് സഹായിക്കും. ഓക്കെ, ലേണിംഗ് ഓർ എഡ്യൂക്കേഷൻ ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലേണിംഗ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് നെസസിറ്റി ഇൻ ദ ഡെവലപ്പിംഗ് വേൾഡ്. ഓക്കെ, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രിയാണ്. അമേരിക്ക എന്നൊക്കെ പറയുമ്പോൾ ഡെവലപ്ഡ് കൺട്രിയാണ്. അപ്പം ഇങ്ങനെയുള്ള ഡെവലപ്പിംഗ് കൺട്രിക്ക് ഏറ്റവും കൂടുതൽ വുമൻസിന് ഏറ്റവും കൂടുതൽ ആവശ്യമാണ് എഡ്യൂക്കേഷൻ. An African adage tells us that if you educate a boy, we train a man, and if we educate a girl, we train a village. ഓക്കെ, ആഫ്രിക്കൻ അഡേജ്, ഈ ഒരു അഡേജ് പറയാനുള്ള കാര്യം എന്താണ്? ഒരു ബോയ് എഡ്യൂക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വ്യക്തിയെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ബിൽഡപ്പ് ചെയ്തെടുക്കുന്നത് എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ഗേളിനാണ് എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഫാമിലി എഡ്യൂക്കേറ്റ് ആവുന്നുണ്ട്, അവിടെ സൊസൈറ്റി എഡ്യൂക്കേറ്റ് ആവുന്നുണ്ട്, അവിടെയുള്ള ഫ്രണ്ട്സ്, ഫാമിലി, ബാക്കി ഒരുപാട് പേര് ആ ഒരു ഗേളിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് വഴി എഡ്യൂക്കേറ്റ് ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷനെ പറ്റിയിട്ട് എഴുതാനായിട്ട് മനസ്സിലായല്ലോ. എന്നാണ് വുമൻസിന് ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ, എല്ലാ വലയങ്ങളും പൊട്ടിച്ച് പുറത്തിറങ്ങാനായിട്ട് ആര് സഹായിക്കും? ലേണിംഗ് സഹായിക്കും. ഓക്കെ, കാസ്റ്റ് ബേസ്ഡ് ആവട്ടെ, മെൻ ബേസ്ഡ് ആവട്ടെ, അതുപോലെ തന്നെ ഫാമിലി ബേസ്ഡ് ആവട്ടെ, എന്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്ക്ലൂഷൻ അല്ലെങ്കിൽ ഒരു നമുക്ക് പറയാം, എന്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വലയോ നമുക്ക് പൊട്ടിച്ചിറങ്ങി വരാനായിട്ട് എന്ത് സഹായിക്കും? ലേണിംഗ് സഹായിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് വുമൺ എംപവർമെൻറ്റ് ഈസ് ലേബർ ഓർ വർക്ക് എന്നാണ് പറയുന്നത്. ലേബർ. ഓക്കെ, ലേബർ ഹെൽപ്സ് വുമൺ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദ ട്രൂ പൊട്ടൻഷ്യൽ. പഠിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. വുമൺ വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്തിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ? നമ്മുടെ നാഷണൽ ഇൻകത്തിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനും ഒരു വുമൻ്റെ ട്രൂ പൊട്ടൻഷ്യൽ, ഞാൻ എങ്ങനെയാണ് എൻ്റെ കഴിവ് പുറത്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു വുമൺ വർക്ക് ചെയ്യണം. ഓക്കെ ആണല്ലോ. ദെൻ വുമൺ ഏൺ ഓൺലി 3/4% ഓഫ് വാട്ട് മെൻ ഏൺ ഈവൻ തോ ദേ ഡു ദ സെയിം ജോബ് ആൻഡ് ദ സെയിം എഡ്യൂക്കേഷൻ ലെവൽ. അതാണ് പറയുന്നത്. ഇപ്പോൾ വുമൺ മെൻ ഏൺ ചെയ്യുന്നതിൻ്റെ ഒരുപോലെ ആ ഒരു ലെവലല്ല എന്താണ് വുമൺ ഏൺ ചെയ്യുന്നത്. ഈവൻ അവർ രണ്ടുപേരും ഒരേ ജോലിയാണ് ചെയ്യുമെങ്കിൽ കൂടിയല്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? എന്തുകൊണ്ടാണ്? അവിടെ ഇക്വാലിറ്റി ഇല്ല. ഓക്കെ, അവിടെ നമ്മൾ എന്ത് കാണിക്കുന്നുണ്ട്? ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നത് കൊണ്ടാണ് വരുന്നത്. അപ്പം നമ്മൾ കൊണ്ടുവരേണ്ടതൊക്കെ എന്താണ്? ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്കാണ് കൊണ്ടുവരേണ്ടത്. വുമൺ ക്യാൻ ബി ഗിവൺ മോർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ വർക്ക് പ്ലേസ് ബൈ ചേഞ്ചിങ് ദ ലോസ് ആൻഡ് റിമൂവിങ് ഡിസ്ക്രിമിനേഷൻ. ഈ ഡിസ്ക്രിമിനേഷൻ നമ്മൾ ഫുള്ളായിട്ട് മാറ്റിയാൽ നമുക്ക് വുമൻസിനെ കൂടുതൽ എംപവർ ആക്കാനായിട്ട് സാധിക്കും. വുമൺ ക്യാൻ ബി ഗീവൺ മോർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ വർക്ക് പ്ലേസ് ബൈ ചേഞ്ചിങ് ദ ലോസ് ആൻഡ് റിമൂവിങ് ഡിസ്ക്രിമിനേഷൻ. മോർ ഓവർ ദേ ഷുഡ് ബി ഗീവൺ മോർ ലോൺസ്. ദിസ് വിൽ ഹെൽപ്പ് വുമൺ ടു അച്ചീവ് ദ ഗ്രേറ്റസ്റ്റ് എക്കണോമിക് ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, വുമൻസിനൊക്കെ കൂടുതൽ ലോൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്താൽ അവർക്ക് അവരുടേതായ ബിസിനസ്സും ചെറിയ ചെറിയ സംരംഭമൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അവർക്ക് കൂടുതൽ എക്കോണമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ തേർഡ് എല്ലാമാണ് എന്താണ്? ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് എനേബിൾസ് വുമൺ ടു റൈസ് ആൻഡ് ഫുൾഫിൽ എബിലിറ്റീസ് ആൻഡ് ടാലൻസ്. അവരുടെ എബിലിറ്റീസ് കൊണ്ടുവരാൻ, അവരുടെ ടാലൻസ് ഒക്കെ പുറത്തെടുക്കാൻ സഹായിക്കും. എന്ത് സഹായിക്കും? ലീഡർഷിപ്പ് സഹായിക്കും. നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു, നമ്മുടെ കോവിഡ് സ്പ്രെഡായ സമയത്ത് വുമൻസ് പ്രൈം മിനിസ്റ്ററും പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്ന കൺട്രീസിൽ അധികം എന്തില്ലായിരുന്നു? കോവിഡ് കേസസ് ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്? അവർ നല്ല എഫിഷ്യൻ ലീഡേഴ്സ് തന്നെയാണ്. വുമൻസും നല്ല എഫിഷ്യൻ ലീഡേഴ്സ് തന്നെയാണ് എന്ന് തെളിയിക്കുന്ന ഒന്നാണ്. വുമൻസ് ക്യാൻ മേക്ക് ബെറ്റർ ഡിസിഷൻ ക്യാൻ മെൻ. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ ആ ഒരു ടൈമിൽ കണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ ഈ ഒരു 3 L's ഓഫ് എംപവർമെൻറ്റ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് പലതും ഇതിലില്ലാത്തതാണ്, പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? നിങ്ങളുടെ എക്സാമിന് പോയിൻറ്റ്സ് ആഡ് ചെയ്ത് എഴുതാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം നല്ലപോലെ എക്സാം എഴുതുക. ഇത് ഒരു എന്താണ് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് നോർമലി ഇംഗ്ലീഷ് പഠിച്ചത് +2 വരെ ഇംഗ്ലീഷ് പഠിച്ചതല്ലേ. അപ്പോൾ നമുക്ക് ഒരു കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് എഴുതാനായിട്ട് നമുക്ക് നോർമലി അറിഞ്ഞിരിക്കണം. +2 വരെ നമ്മൾ പഠിച്ചിട്ട് എന്തെങ്കിലും ഉപയോഗം വേണമല്ലോ ഇംഗ്ലീഷ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം പോയിൻറ്റ്സ് മനസ്സിലാക്കി വെച്ചുകൊണ്ട് പോവുക. എന്നിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ഇപ്പോൾ വുമൺ എംപവർമെൻറ്റിനെ പറ്റിയിട്ട് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഇതിലിടയ്ക്കുള്ള പോയിൻറ്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത ചാപ്റ്റർ. അടുത്തത് നമ്മുടെ ആശാപൂർണ ദേവിയുടെ മാച്ച് ബോക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ്. ഓക്കെ, ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത് എന്താണ്? സ്റ്റോറി സെയ്ഡ് ബൈ ദാറ്റ് വുമൻസ് ആർ ദ മാച്ച് ബോക്സ്. മാച്ച് ബോക്സിനോടാണ് വുമൻസിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് അല്ലേ. ദേ ഹാവ് ദ പൊട്ടൻഷ്യൽ ടു കോസ് ഫയർ ബ്രേക്ക് ഔട്ട് ബട്ട് റിമെയിൻ മീറ്റ് ആൻഡ് സൈഡ്. ഇപ്പം നമുക്ക് നമ്മുടെ തീപ്പെട്ടിക്കൊള്ളിയെ കാണുമ്പോൾ എന്താണ്? എന്തോ ചെറിയൊരു സാധനം, നമുക്ക് ആർക്കും പേടിയില്ലല്ലേ? ആ ഒരു സാധനത്തിനെ കാണുമ്പോൾ നമുക്ക് പേടിയില്ല. പക്ഷെ അത് കത്തിക്കഴിഞ്ഞാൽ എന്താണ്?
അപ്പോൾ അത് വലിയൊരു ഫയറാണ്. ആ ചെറിയൊരു തീപ്പെട്ടിക്കൊള്ളിയിൽ നിന്നും വലിയൊരു ഫയർ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, അതിനെ നമ്മൾ പേടിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെയാണ് എന്തെന്ന് പറഞ്ഞാൽ വുമൻസ് എന്താണ് ആശാപൂർണ ദേവി പറയുന്നത്. ഓക്കെ, നൊമിത ഈസ് സച്ച് എ വുമൻ. ഷീ ലീവ്സ് വിത്ത് ഹെർ ഹസ്ബൻഡ് അജിത്ത് ഇൻ 3 ഓക്കെ, ഇതിവിടെ ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം സ്റ്റോറി എന്താണെന്നുള്ളത്. ഈ ഒരു സ്റ്റോറിയിൽ മെയിനായിട്ട് പറയുന്നത് നൊമിതയെ പറ്റിയിട്ടാണ് ഈ ഒരു സ്റ്റോറി പറയുന്നത്. നൊമിത നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഗേൾ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നൊമിത മാരി ചെയ്യുന്ന അജിത്ത് എന്ന് പറയുന്നത് റിച്ച് ആൻഡ് ജോയിൻറ്റ് ഫാമിലിയിലുള്ള ഒരാളെയാണ് മാരി ചെയ്യുന്നത്. നൊമിതയുടെ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും അച്ഛനില്ല, അമ്മ മാത്രമാണുള്ളത്. പുവർ ഫാമിലിയാണ്, നല്ല പുവർ ഫാമിലിയാണ്. അപ്പോൾ നൊമിതയുടെ ഈ ബ്യൂട്ടി കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, അജിത്ത് നൊമിതയെ കല്യാണം കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ദിവസം വാശമ്മയും വന്ന് തുണി അലക്കാനായിട്ട് വാശമ്മയും വന്ന ടൈമിൽ എല്ലാ തുണികളും എടുത്ത് കൊടുക്കുന്ന ഇടയിൽ അജിത്തിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ചുരുട്ടിക്കുട്ടിയെ പേപ്പർ കണ്ടിട്ടുണ്ടായിരുന്നു. ആര് കണ്ടു? നൊമിത കണ്ടു. ഓക്കെ, അപ്പോൾ നൊമിത അടുത്ത് നോക്കിയപ്പോഴത്തേക്ക് അതെന്താണ്, നൊമിതയുടെ അമ്മ നൊമിതയ്ക്ക് അയച്ച ലെറ്റർ ആയിരുന്നു. അജിത്ത് അത് തുറന്ന് വായിച്ചതിന് ശേഷം ഈ ഒരു കാര്യം നൊമിതയോട് പറയുക പോലും ചെയ്യാണ്ട് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് അത് പോക്കറ്റിൽ ചുരുട്ടി വെച്ചേക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ അത് കാണുമ്പോൾ എന്താണ്, നൊമിതയ്ക്ക് ദേഷ്യം വരണം. തൻ്റെ അമ്മ അയച്ച ലെറ്റർ നൊമിതയോട് പറയാതെ, അല്ലെങ്കിൽ നൊമിതയുടെ പെർമിഷൻ ഇല്ലാതെ തുറന്ന് വായിച്ചു. മറ്റൊരാളുടെ ലെറ്ററൊക്കെ നമ്മൾ വായിക്കുന്നത് മോശമല്ല. അപ്പം അത് ആർക്ക് ഹേർട്ടായി? നമ്മുടെ നൊമിതയ്ക്ക് ഹേർട്ടായി. അതിന് മുന്നേ തന്നെ നൊമിതയുടെ അമ്മ എപ്പോഴും എന്ത് ചെയ്യായിരുന്നു, നൊമിതയ്ക്ക് ലെറ്റർ അയക്കുമായിരുന്നു. എന്ത് ചോദിച്ചുകൊണ്ട്? പൈസ ആവശ്യപ്പെട്ടുകൊണ്ട്. കാരണം അത്രയ്ക്ക് പുവറായിട്ടുള്ളൊരു സ്ഥിതിയിലാണ് നൊമിതയുടെ അമ്മയുള്ളത്. അതുകൊണ്ട് നൊമിതയുടെ അമ്മ എപ്പോഴും എന്ത് ചെയ്യായിരുന്നു, ലെറ്റർ അയക്കും. നൊമിതയുടെ പൈസ ആവശ്യപ്പെട്ടുകൊണ്ട് ലെറ്റർ അയക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട്, ഈ ഒരു കാരണം പറഞ്ഞ് അമ്മ ഇങ്ങനെ എപ്പോഴും പൈസ ചോദിച്ച് ലെറ്റർ അയക്കുന്നു എന്നും പറഞ്ഞ് അജിത്ത് നൊമിത എപ്പോഴും കളിയാക്കുമായിരുന്നു, ഇൻസൾട്ടൊക്കെ ചെയ്യുമായിരുന്നു. ഇങ്ങനെ അമ്മ എപ്പോഴും ഇങ്ങനെ പൈസ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻസൾട്ട് ചെയ്യുമായിരുന്നു. അപ്പോഴത്തേക്കും നൊമിതയ്ക്ക് ഇത് ഹേർട്ടാവും അല്ലേ. അപ്പോൾ നോർമൽ നമ്മുടെ അമ്മയെ പറ്റി പറഞ്ഞാൽ നമുക്ക് ഹേർട്ടാവും, അതുപോലെ നൊമിതയ്ക്കും ഹേർട്ടായി. അപ്പോൾ നൊമിത എന്ത് ഡിസൈഡ് ചെയ്യുവാണ്, അമ്മയോട് ഇങ്ങനെ ലെറ്റർ അയക്കരുത്, ഇങ്ങനെ പൈസ ആവശ്യപ്പെട്ടുകൊണ്ട് ലെറ്റർ അയക്കരുത് എന്ന് പറയാനുള്ള ഡിസൈഡ് ചെയ്യുവാണ്. പക്ഷേ അമ്മയുടെ സ്ഥിതി കൊണ്ട് നൊമിതയ്ക്ക് അത് പിന്നെ പറ്റുന്നില്ല. പിന്നീടാണ് നൊമിത ഈ അജിത്തിൻ്റെ പോക്കറ്റിൽ നിന്നും ഈ ഒരു ലെറ്റർ കാണുന്നത്. അപ്പോൾ നോർമലി അജിത്തിൻ്റെ സൺഡേ ബാത്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നൊമിത ഈ ഒരു കാര്യം ചോദിക്കുകയാണ്. നൊമിതയ്ക്ക് നല്ല ദേഷ്യമായി. നൊമിതയോട് ചോദിക്കാണ്ട് നൊമിതയ്ക്ക് വന്ന ലെറ്റർ ഓപ്പൺ ചെയ്തു എന്നുള്ളതിൽ നൊമിതയ്ക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പം അജിത്ത് ഇത്രയും ദേഷ്യപ്പെട്ടു, നൊമിത അത്രയും ദേഷ്യപ്പെട്ട് നിന്നിട്ടും അജിത്ത് എല്ലാ കാര്യങ്ങളും കോമഡി ആയിട്ട്, അല്ലെങ്കിൽ ഒരു നൊമിത ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് പറഞ്ഞത്. വീണ്ടും നൊമിത ദേഷ്യപ്പെട്ടപ്പോഴത്തേക്കും അജിത്തിന് ദേഷ്യം വന്നു. അജിത്ത് തിരിച്ചെന്ത് ചെയ്യാണ്, നൊമിതയെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. അമ്മയെ എപ്പോഴും ഇങ്ങനെ ബെഗ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞ് കളിയാക്കുകയാണ് ചെയ്യുന്നത്. പിച്ചക്കാരിയുടെ മകൾ എന്നുള്ള രീതിയിലൊക്കെ ബെഗ് പറയുന്നുണ്ട്. ആര് പറയുന്നുണ്ട്? നൊമിതയുടെ ഹസ്ബൻഡ് അജിത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആർക്ക് ഇൻസൾട്ടായി? നൊമിതയ്ക്ക് ഇൻസൾട്ടായി. നൊമിത അത്രയും ദേഷ്യപ്പെട്ട് നിന്നിട്ട് പോലും ആർക്കൊരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല, അജിത്തിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല. അപ്പം അജിത്തിനെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് നൊമിതയ്ക്ക് തോന്നി. നൊമിത എന്ത് ചെയ്യുന്നുണ്ട്, നൊമിത സാരിയുടെ തുമ്പ്, മാച്ച് ബോക്സ് എടുത്ത് സാരിയുടെ തുമ്പ് കത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് കാണുമ്പോഴത്തേക്കും ആര് പേടിക്കുന്നുണ്ട്? അജിത്ത് പേടിക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്നും ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ നൊമിത വാഷർമാന് കൊടുക്കാനായിട്ട് തുണി എടുത്തുകൊണ്ട് ഡൗൺ സ്റ്റെയർ താഴോട്ട് വരുന്നുണ്ട്. വാഷർമാൻ തുണി കൊടുത്തതിന് ശേഷം കിച്ചണിൽ പോയി ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സുമായിട്ട് സംസാരിച്ച് നോർമൽ ലൈഫ് പോലെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നൊമിതയുടെ സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇതിൽ നമുക്ക് നൊമിതയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാറുണ്ട്. നൊമിത എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ നൊമിതയായിട്ടുള്ള ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. പിന്നെ നൊമിതയ്ക്ക് എങ്ങനെ അതിൽ നിന്നും പുറത്ത് വരാമെന്ന് ഉള്ളതും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തേക്കുള്ള ആൻസർ പഠിച്ച് വെച്ചേക്കാം കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഹൊർഗല്ലു ആണ്. ഹൊർഗല്ലു എന്ന് പറയുമ്പോൾ ഒരു സുധാമൂർത്തി എന്ന് പറയുന്ന ഒരാളെ പറ്റിയിട്ടാണ്. സുധാമൂർത്തി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്മോൾ വില്ലേജിൽ ജീവിക്കുന്ന ഒരാളാണ്. ചൈൽഡ്ഹുഡ് ഡേയ്സ് ഒക്കെ സ്മോൾ വില്ലേജിലായിരുന്നു. ഓക്കെ, ദിസ് വില്ലേജ് ഹാഡ് എ ഹ്യൂജ് ബനിയൻ ട്രീ. ആ വില്ലേജിൽ എന്തുണ്ടായിരുന്നു? ഒരു വലിയൊരു ബനിയൻ ട്രീ ഉണ്ടായിരുന്നു. ദെർ വാസ് എ ഹൊർഗല്ലു ഓൺ ദ സ്റ്റോൺ ബെഞ്ച് അണ്ടർ ഇറ്റ്. ഓക്കെ, ആ ബനിയൻ ട്രീയുടെ താഴെയായിട്ട് ഒരു ഹൊർഗല്ലു ഉണ്ടായിരുന്നു എന്ന് പറയാൻ നമുക്കറിയാം. സ്റ്റോൺ ബെഞ്ച് നമ്മുടെ സിനിമയിലൊക്കെ കാണിക്കാറില്ല. ഇപ്പം ഇവിടെ നമ്മുടെ നാട്ടിലൊന്നും ഇല്ല, ബട്ട് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു ബനിയൻ ട്രീയുടെ താഴെ ഒരു സ്റ്റോൺ ബെഞ്ച് കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ സൂലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു സ്റ്റോൺ ബെഞ്ച്.
ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഹൊർഗലു എന്ന് പറയുമ്പോഴത്തേക്കും. ട്രാവലേഴ്സ് വുഡ് അൺലോഡ് ദെയർ ബർഡൻസ് ഇൻ ദിസ് ഹൊർഗലു. ഹൊർഗലുവിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നടന്ന് ക്ഷീണിച്ച് അല്ലെങ്കിൽ ട്രാവൽ ചെയ്ത് ക്ഷീണിച്ചവരൊക്കെ അവരുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്, റെസ്റ്റ് ചെയ്യുന്നത്. ഡ്രിങ്ക് വാട്ടർ ഫ്രം ദ എർത്ത് ആൻഡ് പോട്ട് ആൻഡ് നിയർ ബൈ ആൻഡ് റിഫ്രഷ്മെൻറ്റ് കിട്ടാനായിട്ട് അവരവിടെ ഇരിക്കാറുണ്ട്. സുധാമൂർത്തി ഗ്രാൻഡ് ഫാദർ വാസ് ദ റിട്ടയർഡ് സ്കൂൾ ടീച്ചർ. സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദർ ആരാന്ന് പറയുന്നുണ്ട്, റിട്ടയർഡ് സ്കൂൾ ടീച്ചറാണ്. ഹി യൂസ്ഡ് ടു സ്പെൻഡ് സെവറൽ ഹവേഴ്സ് എവറി ഡേ അണ്ടർ ദ ബനിയൻ ട്രീ. ഒക്കെ എല്ലാ ദിവസവും ഒരുപാട് മണിക്കൂർ എവിടെ ഇരിക്കാറുണ്ട്, ആ ബനിയൻ ട്രീയുടെ താഴെ ആരിയ്ക്കാറുണ്ട്, നമ്മുടെ സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദർ ഇരിക്കാറുണ്ട്. ദ ഗ്രാൻഡ് ഫാദർ വുഡ് ലിസൺ ദം. The travelers would talk to him about the worries of their lives. The grandfather would listen to them. After some time, the travelers will resume their journey. Okay, എന്താണ് ചെയ്യുന്നത്, ഗ്രാൻഡ് ഫാദർ അവിടെ പോയി ഇരിക്കുമ്പോഴത്തേക്കും ട്രാവലേഴ്സ് അവരുടെ വിഷമങ്ങളും അവരുടെ ലൈഫ് സ്റ്റോറിയും അവർക്ക് ഉണ്ടായ വറീസൊക്കെ ആരോട് പറയും, ഗ്രാൻഡ് ഫാദറിനോട് പറയും. എന്നിട്ട് അവരെന്ത് ചെയ്യും, കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അവരുടെ ജേർണി കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, then the grandfather, the Sudhamurti could not understand the importance of stone bench. He considered why people blessed it often. Her grandfather explained to her that horgalus were essential in any journey. All of us carry burdens in life. Once a while we need to put down the burdens and take rest. Only then we can regain the strength to carry the burden once again. A horgalu gives everyone an opportunity to regain his strength when Sudhamurti went to work. Okay, അപ്പം നമുക്ക് നോക്കാം ഇവിടെ. അപ്പം നമ്മുടെ സുധാമൂർത്തിക്ക് അറിയത്തില്ലായിരുന്നു എന്താണ് ഹൊർഗലു എന്നുള്ളത്, അല്ലെങ്കിൽ ഹൊർഗലുവിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് എന്താണ് സുധാമൂർത്തിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു കൊടുക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഒരു ഹൊർഗലു ആവശ്യമാണ്. എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബേർഡൻ നമ്മുടെ മനസ്സിലൊക്കെ. ഇവിടെ നമുക്ക് എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഒരു ജേണി. ഓക്കെ, ഒരു ആൾ സ്റ്റോൺ ബെഞ്ചിൽ വന്നിരിക്കുന്നത് നമ്മൾ എന്താണ് മൈൻഡ് ജേണി ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള പ്രശ്നങ്ങളുമായിട്ടാണ് ഈ ഒരു ബേർഡനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഒരു മനുഷ്യന് എപ്പോഴും ഇങ്ങനെ വിഷമങ്ങളോ അല്ലെങ്കിൽ ഒരു ബേർഡൻ താങ്ങി നടക്കാനായിട്ട് പറ്റത്തില്ല. ഒരു ദിവസം എന്താണ് ഇതെല്ലാം ഇറക്കി വെക്കുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ എന്നാൽ മാത്രമേ ഇനി അടുത്ത വരുന്ന ബേർഡൻസും അല്ലെങ്കിൽ അടുത്ത എന്തെങ്കിലും വറീസ് വരുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ക്യാരി ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, then എന്താണ് സുധാമൂർത്തി വളർന്ന് വലിയ കുട്ടിയായി. സുധാമൂർത്തി എങ്ങോട്ട് പോവാണ്, മുംബൈയിലേക്ക് പോവാണ്. അപ്പോൾ മുംബൈയിൽ സുധാമൂർത്തിയുടെ കൂടെ ആരുണ്ടായിരുന്നു, സുധാമൂർത്തി മുംബൈയിൽ ഇപ്പോൾ ഷീ മെറ്റ് എ കൊളീഗ് ഹൂ റിമൈൻഡ് ഹെർ ഫോർ ദ ഹൊർഗലു. Her name was Ratna. She was a senior clerk. Every day during the lunch hour, she would chat with the one of her colleague. സുധാമൂർത്തി മുംബൈ പോയ ടൈമിൽ രത്ന എന്ന് പറയുന്ന ഒരു കൊളീഗിനെ കാണുന്നുണ്ട്, സീനിയർ ക്ലർക്ക്. അപ്പോൾ ഈ ഹൊർഗലുവിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഈ രത്നയെ കാണുമ്പോൾ ഹൊർഗലു ഗ്രാൻഡ് ഫാദർ പറഞ്ഞ ആ ഒരു ഹൊർഗലുവിനെയാണ് ആർക്ക് ഓർമ്മ വരുന്നത്, സുധാമൂർത്തിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ഒരു ദിവസം സുധാമൂർത്തി ആരോട് ചോദിക്കുന്നുണ്ട്, രത്നയോട് ചോദിക്കുന്നുണ്ട്, ഈ ലഞ്ച് ഹവർ മുഴുവൻ ഈ ഓരോരുത്തരോട് എന്താണ് സംസാരിക്കുന്നത് എന്നൊക്കെ. ഈ ലഞ്ച് ഹവർ മുഴുവൻ ഓരോ ദിവസം ഓരോരുത്തർ കൊളീഗിനോട് ആര് സംസാരിക്കും, രത്ന സംസാരിക്കാറുണ്ട്. അപ്പോൾ സുധാമൂർത്തി ഇപ്പോൾ ഒരു ദിവസം ചോദിച്ചു, ഇതെന്താണ് ഈ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രത്ന എന്ത് പറയുന്നുണ്ട്, എല്ലാവരുടെ ട്രബിൾസ്, അവരുടെ വിഷമങ്ങളും അവർക്ക് താങ്ങാൻ പറ്റാത്ത ബർഡൻസും അവരുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ എന്താണ് കേട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. വുൾസൺ വിത്ത് പേഷ്യൻസ് ആൻഡ് സിമ്പതിയോടുകൂടിയും അതുപോലെ തന്നെ നല്ല പേഷ്യൻസോടുകൂടിയും അവരുടെ വിഷമങ്ങളൊക്കെ കേട്ടെടുക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. രത്ന എന്ത് ചെയ്യത്തില്ല, ഒരു സൊല്യൂഷനും പറഞ്ഞു കൊടുക്കത്തില്ല. ഈ ഒരു പ്രശ്നത്തിന് ഇതാണോ സൊല്യൂഷൻ, അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല. അതുപോലെ തന്നെ ഒരു ഉപദേശം കൊടുക്കുക അല്ലാണ്ട് വേറെ ഒരു കാര്യങ്ങളും ചെയ്യത്തില്ല. എന്താണ് ചെയ്യുന്നത്, ജസ്റ്റ് കേട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രത്ന പറയുന്നത് എന്താണ്, ദൈവം നമുക്ക് 2 ചെവികൾ തന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്, മറ്റുള്ളവരെ കേൾക്കാൻ വേണ്ടിയിട്ട് എന്നാണ് രത്ന പറയുന്നത്. അതുപോലെ തന്നെ രത്ന എന്ത് ചെയ്യത്തില്ല, മറ്റുള്ള വിഷമങ്ങളും പുറത്ത് വേറെ ആരെങ്കിലും പോയി പറയോ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അപ്പം ഇതെന്താ എന്തിൻ്റെ എക്സാമ്പിളാണ്, ഹൊർഗലൂസിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട്, നമ്മുടെ ലൈഫിലെ ഹൊർഗലുവിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ള പല വിഷമങ്ങളും നമ്മൾ മറ്റൊരാളോട് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് അതിൻ്റെ ഡെപ്ത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഹൊർഗലുവിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു റീഗെയിൻ, നമുക്ക് ഒന്നും കൂടിയിട്ട് ഒരു ഉണർവ് കിട്ടുകയും നമുക്ക് ഒന്നും കൂടിയിട്ട് ആ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. ഓക്കെ, അപ്പം അതാണ് ഹൊർഗലുവിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോഴത്തേക്കും നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുതുക കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഹൊർഗലു അങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഹൊർഗലു ആയിട്ടുണ്ടോ എന്നും ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെയും കൂടിയിട്ട് എഴുതാനായിട്ട് പഠിക്കുക കേട്ടോ. അടുത്ത വരുന്ന ചാപ്റ്ററാണ് അമിക്കോ ബ്രദേഴ്സ്. ഓക്കെ,
അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും പിരി തോമസ് ആണ് ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു സ്റ്റോറിയിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രണ്ട്ഷിപ്പാണ്. ഫ്രണ്ട്ഷിപ്പിന് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ആയിരിക്കണം, ട്രൂ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മളോട് ഈ ഒരു സ്റ്റോറിയിലൂടെ പിരി തോമസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോറീൻ്റെ 2 ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആൻറ്റോണിയോ ക്രൂസും ഫെലക്സ് വർഗസും ആണ്. ഓക്കെ, ദേ ആർ തിക് ഫ്രണ്ട്സ്, ഭയങ്കര ഫ്രണ്ട്സാണ്, ഒരുമിച്ചാണ് താമസിക്കുന്നത്, അവരെല്ലാ കാര്യങ്ങളും ഒരുമിച്ചാണ്. പക്ഷെ 2 പേരുടെയും വിഷയം എന്താണ്? ബോക്സിങ് ചാമ്പ്യൻസ് ആവണമെന്നാണ്. 2 പേരും അതിന് ഒന്നിനൊന്നും മിച്ചമായിട്ട് ഒരാളാണ് ബെറ്റർ എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ 2 പേരും മാക്സിമം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും എല്ലാ കാര്യത്തിനും എന്തുണ്ടായിരിക്കും? പരസ്പരം ഫൈറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? എല്ലാ കോമ്പറ്റീഷനും അവർ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും പിന്നെ ഒരു വിന്നറല്ലേ കാണത്തുള്ളൂ. അപ്പോൾ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യണം എന്നുള്ളൊരു ടൂർണമെൻറ്റ് എത്തി കഴിഞ്ഞു. അപ്പോൾ അവർ 2 പേരും തീരുമാനിക്കുകയാണ്, ഓക്കെ ഫൈറ്റ് ചെയ്യാമെന്നുള്ളത് തീരുമാനിക്കുകയാണ്. മനസ്സിൽ വിഷമമുണ്ടെങ്കിൽ കൂടിയും 2 പേരും സെപ്പറേറ്റ് ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഒരിക്കലും 2 പേർക്കും ജയിക്കാൻ പറ്റില്ല എന്ന് കരുതി ഒരാൾ മാറി നിന്ന് ചെയ്യാൻ തുടങ്ങുവാണ്. അങ്ങനെ 2 പേരും അവർക്ക് പറ്റുന്ന മാക്സിമം വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ഡേ എത്തി. ഓക്കെ, എല്ലാവരും വെയിറ്റിംഗ് ആണ്. ഈ ഓഡിയൻസ് ഒക്കെ വളരെയധികം വെയിറ്റിംഗ് ആണ്. കാരണം എന്താണ്? അവർ തിക് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ അവരുടെ ഫൈറ്റിംഗ് കാണാനായിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണ്. അങ്ങനെ നമ്മുടെ ഫൈറ്റ് തുടങ്ങി. 2 പേരും ഒന്നിനൊന്ന്, ഒരാൾ വിട്ടുകൊടുക്കുന്നില്ല, മറ്റൊരാൾ വിട്ടുകൊടുക്കുന്ന, 2 പേരും അവരുടേതായ രീതിയിൽ ഫൈറ്റ് ചെയ്തു. ലാസ്റ്റ് അവർ തമ്മിലുള്ള ഫൈറ്റൊക്കെ കഴിഞ്ഞു. വിന്നർ അനൗൺസ് ചെയ്യാനായിട്ട് പോവുകയാണ്. വിന്നർ അനൗൺസ് ചെയ്യാൻ പോകുന്ന ടൈമിൽ എല്ലാ ഓഡിയൻസ് അവരോട് നോക്കുമ്പോൾ, നമ്മുടെ പ്ലെയേഴ്സിന് നോക്കുമ്പോഴത്തേക്കും അവരെവിടെ ഇല്ല, അവിടെ ആ ഒരു പരിസരത്തേ ഇല്ല. ആ സ്റ്റേജ് വിട്ട് പോയി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വിന്നർ ആരാണെന്നാണ് പറയുന്നത്? ഇവിടെ വിന്നർ ഫ്രണ്ട്ഷിപ്പാണ് ഇവിടെ വിൻ ചെയ്തിരിക്കുന്നത്. ഫെലിക്സ് വർഗസോ ആൻറ്റോണിയോ ക്രൂസോ അല്ല, ഫ്രണ്ട്ഷിപ്പാണ് ഇവിടെ വിൻ ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സ്റ്റോറി. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞാൽ കമൻട്രി എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ആ ഒരു ടൂർണമെൻറ്റ് കാണുവാണ്, അപ്പോൾ അതിനെപ്പറ്റിയുള്ള കമൻട്രി എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ഇതിനെ പറ്റിയിട്ട് തന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അല്ലെങ്കിൽ ലൈവ് TV റിപ്പോർട്ട് അതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നോർമലി വരുന്നത്. പിന്നെ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞുകൊണ്ട് എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ ഒരു ഫ്രണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ചാപ്റ്റർ നോക്കാം. അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മളോട് പറയുന്നത് ഓണസ്റ്റിയെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ട്രൂത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, ഇതൊരു 1 ആക്ട് പ്ലേ ആണ്. ഈ ഒരു ചാപ്റ്ററിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും റോബോട്ട് ബാൾവിൻ ആണ്. ഓക്കെ, റോബോട്ട് ബാൾവിൻ എവിടെ വർക്ക് ചെയ്യുകയാണ്? ബാങ്കിൽ വർക്ക് ചെയ്യുകയാണ്. റോബോട്ട് ബാൾവിൻ്റെ വൈഫ് മാർത്തയാണ്. പിന്നെ ഒരു സണ്ണും ഒരു ഡോട്ടറും ആണ് ഉള്ളത് ആർക്ക്? നമ്മുടെ റോബോട്ട് ബാൾവിന്. ഓക്കെ, അപ്പം നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് നല്ല നോർമലി റിച്ച് ഫാമിലി ഒന്നുമല്ല, സാധാരണക്കാരുടെ പോലെ ഒരു ഫാമിലിയാണ്. ആരുടെ പൈസ കൊണ്ടും? നമ്മുടെ ബാൾവിൻ്റെ പൈസ കൊണ്ടും ബാൾവിൻ്റെ മകൻ ജോലിക്ക് പോകുന്ന പൈസ കൊണ്ടുമാണ് ഇവർ ജീവിച്ച് പോകുന്നത്. ഓക്കെ, അപ്പം ഇവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്, ഈ റോബോട്ട് ബാൾവിൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ ആരുണ്ടായിരുന്നു? ജോൺ ഗ്രീഷം. ഓക്കെ, ചെയർമാൻ ഓഫ് ദ ബാങ്കിലെ ഒരു പ്രസിഡൻ്റാണ്. ഓക്കെ, ചെയർമാൻ അല്ല, പ്രസിഡൻറ്റ് ഓഫ് ദ ബാങ്കാണ് ജോൺ ഗ്രീഷം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ജോൺ ഗ്രീഷം എന്ത് ചെയ്യുകയാണ്? ബാങ്കിൽ ഒരു മിസ്അപ്രോപ്രിയേഷൻ നടത്തുകയാണ്. മിസ്അപ്രോപ്രിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ബാങ്കിൽ തിരിമറി നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ നടത്തി എന്നുള്ളതിന് ഏക തെളിവ് ആരാണ്? നമ്മുടെ റോബോട്ട് ബാൾവിൻ മാത്രമാണ്. അങ്ങനെ നമ്മുടെ ജോൺ ഗ്രീഷമിനെ എന്ത് ചെയ്യുന്നുണ്ട്? പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോൺ ഗ്രീഷമിനെ ഇതിലുള്ള തെളിവ് ആര് മാത്രമാണ്? നമ്മുടെ റോബോട്ട് ബാൾവിൻ മാത്രമാണ്. അപ്പോൾ റോബോട്ട് ബാൾവിൻ വീട്ടിൽ വന്നൊക്കെ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് സത്യം മാത്രം കോർട്ടിൽ പറയാന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കോർട്ടിൻ്റെ വിചാരണ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ജോൺ ഗ്രീഷം നമ്മുടെ റോബോട്ട് ബാൾവിന് മണി ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്ര രൂപ തരാമെന്ന് മണി ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ റോബോട്ട് ബാൾവിൻ്റെ ഫാമിലിയുടെ മനസ്സൊന്ന് ചാഞ്ചാടുകയാണ് ചെയ്യുന്നത്. റോബോട്ട് ബാൾവിനോട് പറയുന്നുണ്ട് ആ മണി വാങ്ങി നമുക്ക് സത്യം പറയണ്ട എന്നുള്ളത് മാർത്തയൊക്കെ പറഞ്ഞു കൊടുക്കും. മാർത്ത എന്ന് പറയുമ്പോഴത്തേക്ക് റോബോട്ട് ബാൾവിൻ്റെ വൈഫാണ്, അത് ഓർത്ത് വെക്കുക. $100,000 ആണ് ഗ്രീഷൻ ബാൾവിൻ ഓഫർ ചെയ്യുന്നത്. ബട്ട് ബാൾവിൻ ഈസ് നോട്ട് റെഡി ടു അക്സെപ്റ്റ് ദ പ്രൈഡ്. ഓക്കെ, ഇത് കാര്യം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആര് തയ്യാറല്ല? നമ്മുടെ ബാൾവിൻ തയ്യാറല്ല. ഹിസ് ഫാമിലി മെമ്പേഴ്സ് പെർസ്യൂഡ് ഹിം ടു അക്സെപ്റ്റ് ദ പ്രൈഡ്. ഫാമിലി മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? കമ്പൽ ചെയ്യുന്നുണ്ട് ആ പൈസ വാങ്ങാൻ വേണ്ടിയിട്ട്
കമ്പൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ് നമ്മുടെ ബാൾവിൻ അദ്ദേഹത്തെ സത്യസന്ധതയിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഹി ഈസ് നോട്ട് റെഡി ടു സപ്പോർട്ട് ഗ്രീഷ്യം. ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് റെഡി ആവുന്നില്ല. എന്താണോ സംഭവിച്ചത് അത് കോർട്ടിൽ പറയുന്നുണ്ട്. ഫൈനലി ഗ്രീഷ്യം കൺഫേഴ്സസ് ഹിസ് ക്രൈം. And Mr. Marshall, the president of Third National, offers Mr. Baldwin job. It is award for his honesty and integrity. ഓക്കെ, ഇപ്പം ഈ ഒരു ഗ്രീഷ്യം ജയിലിൽ പോയാൽ ബാൾവിൻ്റെ ജോലി പോവും. ബാക്കി കാരണം പറഞ്ഞല്ലോ, നോർമൽ ഫാമിലിയാണ്, റിച്ച് ഫാമിലി ഒന്നും അല്ലായിരുന്നു. ബാൾവിൻ്റെ എന്താണ് പൈസ ഇല്ലാണ്ടാവും, സാലറി കിട്ടാണ്ടാവും എന്നൊക്കെ അറിയാം. എന്നിട്ട് കൂടിയും ബാൾവിൻ എന്തിന് മാത്രമാണ് ഉറച്ചു നിന്നത്? ഹോണസ്റ്റിക്ക്, സത്യസന്ധതയുടെ പിറകിലാണ് ആര് പോയത്? നമ്മുടെ ബാൾവിൻ പോയത്. അപ്പം ഇത് ഒന്ന് കണ്ടിട്ട് മിസ്റ്റർ മാർഷൽ, പ്രസിഡന്റ് ഓഫ് തേർഡ് നാഷണൽ ബാൾവിന് എന്ത് ഓഫർ ചെയ്യുന്നുണ്ട്? ജോബ് ഓഫർ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ഓഫർ ചെയ്യാൻ കാരണം? എന്താണ്? ബാൾവിൻ്റെ സത്യസന്ധത കാരണമാണ് ഇദ്ദേഹം ഇത് ഓഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് വരാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ റോബർട്ട് ബാൾവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് നമുക്ക് ചോദിക്കാറുണ്ട്. പിന്നെ വരുമ്പോഴത്തേക്ക് മാർത്തയുടെ ക്യാരക്ടർ സ്കെച്ച്, മാർത്തയുടേത് ഏതോ ഒരു ഇയറിലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമേ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കങ്ങനെ വരാറില്ല. എന്നായിരുന്നു മാർത്തയുടേത് പഠിച്ച് വെച്ചേക്കുക. പിന്നെ വരുന്നത് ഒരു ചാപ്റ്ററിൽ നിന്ന് ലൈവ് ടി വി റിപ്പോർട്ട് വരാറുണ്ട്. ലൈവ് ടി വി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ എങ്ങോട്ട് കൊണ്ടുപോവാണ്? നമ്മുടെ ഗ്രീഷ്യമനെയും ബാൾവിനെയും കോർട്ടിലേക്ക് കൊണ്ടുപോവാണ്. അപ്പം ബാൾവിൻ എന്തൊക്കെ പറയുന്നുണ്ട്, ഗ്രീഷ്യം എന്തൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ ഉള്ളതാണ് ലൈവ് ടി വി റിപ്പോർട്ട്. പിന്നെ അതിൻ്റെ തന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടും വരാറുണ്ട്. പിന്നെ ഇത് എന്താണ് ബാൾവിൻ്റെ ഹോണസ്റ്റിയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അല്ലെങ്കിൽ ഹോണസ്റ്റി ലൈഫിൽ നല്ലതാണോ, നമുക്ക് സക്സസ്സിലേക്ക് എത്തിക്കുമോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഒരുപാട് വെയിറ്റേജുള്ള ചാപ്റ്ററാണ്. ക്വസ്റ്റ്യൻസൊക്കെ ഒരുപാട് വരാറുണ്ട്. അടുത്ത ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇർഫാൻ അലമിൻ്റെ ത്രീ വീൽഡ് റെവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മൾ ഇർഫാൻ അലമിൻ്റെ സക്സസ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ മുഴുവൻ പറയുന്നത്. ഇർഫാൻ അലം 17 വയസ്സിലാണ് ഒരു ഓണ്ടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഒരു ബിസിനസ് മാനായി മാറിയത്. 17ാമത്തെ വയസ്സിലായിരുന്നു. വൺസ് വൈൽ ട്രാവലിംഗ് ഇൻ എ റിക്ഷ ഹി ഫെൽ തേഴ്സ്റ്റി ആൻഡ് ആസ്ക്ഡ് റിക്ഷ പുള്ളർ ഫോർ വാട്ടർ. ഓക്കെ, റിക്ഷയിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇർഫാൻ അലമിന് ദാഹിച്ചു. അപ്പം ഇർഫാൻ അലം ആരോട് ചോദിക്കുകയാണ്? നമ്മുടെ റിക്ഷാ പിള്ളേറിനോട് വെള്ളം ചോദിക്കുകയാണ്. അപ്പോൾ റിക്ഷാ പിള്ളേർ എന്ത് പറയുന്നുണ്ട്? ഇങ്ങനെ കുപ്പി വെള്ളം ഒന്നും വാങ്ങിച്ച് വെക്കാറില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഈ ഇർഫാൻ അലം എന്താ പറയുന്നത്? ദെൻ ഹി ടോൾഡ് ദാറ്റ് ഹി ഡിഡ് നോട്ട് ഹാവ് മണി ടു ബൈ ആൻഡ് സ്റ്റോക്ക് വാട്ടർ ബോട്ടിൽസ്. ഓക്കെ, എന്താണ് പറയുന്നത്? റിക്ഷാ പിള്ളേർ അതിനുള്ള പൈസയില്ല, ഇത് സ്റ്റോക്ക് ചെയ്ത് വാട്ടർ ബോട്ടിൽസ് വാങ്ങാനോ അത് സ്റ്റോക്ക് ചെയ്ത് വെക്കാനോ ഉള്ള പൈസ അദ്ദേഹത്തിൻ്റെ കയ്യില്ല എന്ന് പറയുന്നുണ്ട്. ദ പോസിബിലിറ്റി ഓഫ് സെല്ലിങ് വാട്ടർ ബോട്ടിൽ ഫ്ലഷ്ഡ് suddenly in him. He talked to 5 rickshaw pullers and provided them 8 bottles of water. He asked them to sell it in a profit of 2 rupees, which would be shared between them. On the first day itself, they got profit of 8 rupees. That incident marked the beginning of his career as an entrepreneur. ഓക്കെ, എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു ഐഡിയ വരുവാണ്. അദ്ദേഹം ഒരു റിക്ഷയിൽ പൊക്കോണ്ടിരുന്ന സമയത്ത് ദാഹിച്ചപ്പോഴത്തേക്കും റിക്ഷ പിള്ളേറിനോട് വെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ റിക്ഷ പിള്ളേർ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങി വെക്കാനുള്ള വാട്ടർ ബോട്ടിൽസ് വാങ്ങി വെക്കാനുള്ള പൈസ ആരുടെ കയ്യിലില്ല എന്ന് പറയുന്നുണ്ട്? റിക്ഷ പിള്ളേഴ്സിൻ്റെ കയ്യിലില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ടൈമിലാണ് ഇങ്ങനെ ഒരു ഐഡിയ, വാട്ടർ ബോട്ടിൽസ് വിൽക്കാം എന്നുള്ളൊരു ഐഡിയ ആരുടെ മനസ്സിൽ വരുന്നത്? ഇർഫാൻ അലമിൻ്റെ മനസ്സിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഉടനെ ആദ്യത്തെ ദിവസം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? 5 റിക്ഷാ പിള്ളേഴ്സിൻ്റോടുകൂടി ഇർഫാൻ അലം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് 8 ബോട്ടിൽസ് വീതം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ 8 ബോട്ടിൽസ് വെച്ച് ടോട്ടൽ ആദ്യത്തെ ദിവസം തന്നെ നമ്മുടെ ഇർഫാൻ അലം 8 രൂപ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഒരു ബോട്ടിൽസ് 2 രൂപ ലാഭത്തിനാണ് വിൽക്കുന്നത്. ഓക്കെ, 2 രൂപ ലാഭത്തിനെന്ന് പറയുമ്പോൾ 1 രൂപ ഇർഫാൻ അലമിനും 1 രൂപ നമ്മുടെ റിക്ഷാ പിള്ളേറിനുമാണ് പോകുന്നത്. ഓക്കെ, അപ്പം അതോട് കൂടിയിട്ടാണ് നമ്മുടെ ഓണ്ടർപ്രണർ ഒരു ബിസിനസ് മാനായി മാറുന്നത് ഇർഫാൻ അലം. ഡ്യൂറിങ് ദ സ്റ്റോക്ക് മാർക്കറ്റ് സ്കാം ഓഫ് 1992 ഹിസ് ഫാദർ ആൻഡ് മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ് ലോസ്റ്റ് എ ലോട്ട് ഓഫ് മണി. ദെൻ ഇർഫാൻ ഗോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് ഷെയർ റിസർച്ചിങ് ഓൺ വേരിയസ് കമ്പനീസ്. ബൈ ഫോളോയിങ് ഹിസ് അഡ്വൈസ് ഓൾ ദ ഫാദർസ് ഫ്രണ്ട്സ് വുഡ് റിക്കവർ ഫ്രം ദ ലോസസ് ആൻഡ് മോസ്റ്റ് ഓഫ് ദം സ്റ്റാർട്ടിങ് മേക്കിംഗ് പ്രോഫിറ്റ്. ഇറ്റ് ഇൻസ്പയർഡ് ഹിം ടു സ്റ്റാർട്ട് ഹിസ് പ്രോഫിറ്റോളിയോ മാനേജ്മെൻറ്റ്
at the age of 13, but his parents wanted him to concentrate in studies, so he continued his studies but secretly continued his research about it. എന്ന് പറയുമ്പോഴത്തേക്കും 1992 നമ്മുടെ മാർക്കറ്റ് സ്കാം ഉണ്ടാവുകയും ഒരുപാട് പേര് ഫാദറിനും അതുപോലെ ഫാദറിൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് നഷ്ടം വരുവാണ് ചെയ്യുന്നത്. കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഫാദറിൻ്റെ ഫ്രണ്ട്സൊക്കെ റിക്കവറായി. അപ്പോൾ നമ്മുടെ ഇർഫാനെല്ലാം അവരുടെ സഹായത്തോടു കൂടിയും അല്ലെങ്കിൽ മറ്റ് റിസർച്ചോടു കൂടിയും ഓണ്ടർപ്രണർഷിപ്പിൽ എന്താണ് കൂടുതൽ ഇൻട്രസ്റ്റ് വരാനായിട്ട് തുടങ്ങിയത് ആ ഒരു സമയത്താണ്. ബട്ട് ഫാമിലി എന്ത് ചെയ്യാണ്, ഫാമിലി സപ്പോർട്ട് ചെയ്യത്തില്ല. ഇപ്പം ശ്രദ്ധിക്കേണ്ട സ്റ്റഡീസിലാണെന്നും പറഞ്ഞ് ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ഇൻ 2006 ആൻ ഇന്ത്യൻ TV show കോൾഡ് ബിസിനസ് ബാസാഗർ സ്റ്റാർട്ടഡ് എ കോൺടെസ്റ്റ് ഓഫ് എൻ്റർപ്രണർ ഹണ്ട് ഇൻ സെർച്ച് ഓഫ് ന്യൂ ഓണ്ടർപ്രണേഴ്സ് ആൻഡ് ഐഡിയാസ് ഫോർ ന്യൂ ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ 2006 TV ഷോ ഉണ്ടായിരുന്നു, ബിസിനസ് ബാസിഗർ എന്ന് പറഞ്ഞ TV ഷോ. ആരെ വിളിക്കുന്നുണ്ടായിരുന്നു? പുതിയ ഓണ്ടർപ്രണേഴ്സിനെ വിളിക്കുന്നുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? പുതിയ ഓണ്ടർപ്രണേഴ്സിനെ നമ്മുടെ നാട്ടിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ ബിസിനസ് ഐഡിയാസ് പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുമാണ് എന്നാണ് ഈ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഈ ഒരു ഷോ വെച്ചത്. ഹി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഇറ്റ് ആൻഡ് പുട്ട് ഫോർവേഡ് business proposal to organize the rickshaw sectors and to make it profitable. His ideas was to redesign rickshaws to provide additional space for selling things, advertising and brand promotion. He won the show and he was offered rupees 150 lakhs to start an enterprise. എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രപ്പോസൽ, ഇങ്ങനെ ഒരു ഐഡിയ, ഇങ്ങനെ എന്താണ് റിക്ഷ പുള്ളേഴ്സിലൂടെ കൂടി വാട്ടർ ബോട്ടിൽസ് വിൽക്കുകയും അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് കാണിക്കുകയൊക്കെ ചെയ്യുന്നത് വഴിയിട്ട് പ്രൊമോഷൻ ചെയ്യുന്നതൊക്കെ വഴിയിട്ട് എന്താണ് ഏൺ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള ഒരു ഐഡിയ അവിടെ പറയുകയും ചെയ്യുവാണ്. അപ്പോൾ അത് ആര് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്? അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇർഫാൻ അലമിന് 150 ലക്ഷം രൂപ ഓഫർ ചെയ്യുവാണ്. ന്യൂ ഓണ്ടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഓഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ ഓർഗനൈസേഴ്സ് ഓഫ് ദ TV പ്രോഗ്രാം ഹാഡ് സർട്ടൻ കണ്ടീഷൻസ്. ആ TV പ്രോഗ്രാമിൻ്റെ ഓർഗനൈസേഴ്സിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ബട്ട് ഹി റിയലൈസ്ഡ് ദാറ്റ് ഹി ഷുഡ് ഗെയിൻ ദ ലോയാലിറ്റി ഓഫ് റിക്ഷ പുള്ളേഴ്സ് ബൈ പ്രൊവൈഡിങ് ദം വിത്ത് ഇൻഷുറൻസ്, ID കാർഡ് ആൻഡ് യൂണിഫോം. ഓക്കെ, അപ്പോൾ ആരാണ് പറയുന്നത്? നമ്മുടെ ഇർഫാൻ അലം പറയുന്നത് എന്താണ്? ഇർഫാൻ അലം എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? റിക്ഷ പുള്ളേഴ്സിന് ഇൻഷുറൻസ് കൊടുക്കണം, അതുപോലെ തന്നെ ID കാർഡ് കൊടുക്കണം. എല്ലാവരും ഇത് സെല്ല് ചെയ്യുന്നില്ലല്ലോ. ഇർഫാൻ അലൻ്റെ കീഴിൽ സെല്ല് ചെയ്യുന്നവർക്ക് ID കാർഡ് കൊടുക്കണം, ഇൻഷുറൻസ് കൊടുക്കണം, അതുപോലെ തന്നെ യൂണിഫോം പ്രൊവൈഡ് ചെയ്യണം എന്നൊക്കെയുള്ളത് തീരുമാനിച്ചു. ഓക്കെ, ഹിസ് ഐഡിയാസ് വാസ് ടു സ്റ്റാർട്ട് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ടു ഹെൽപ്പ് ദം ബൈ അറേഞ്ചിങ് ബാങ്ക് ലോൺസ് ഫോർ ദം. as the organizers of TV show did not agree with his idea, he rejected money they offered. ഓക്കെ, അപ്പം ഈ ഇർഫാൻ അലമിൻ്റെ ഐഡിയ എന്തൊക്കെയായിരുന്നു എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യണം, അതുപോലെ തന്നെ റിക്ഷ പുള്ളേഴ്സിന് ലോൺ പ്രൊവൈഡ് ചെയ്യണം, അവർക്ക് അവരുടേതായിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ലോൺ പ്രൊവൈഡ് ചെയ്യണം എന്നൊക്കെ ഉള്ളതായിരുന്നു. പക്ഷേ ഈ ഒരു കണ്ടീഷൻ, ഈ ഇർഫാൻ അലമിൻ്റെ ഈ ഒരു കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യാൻ ആർക്ക് പറ്റിയില്ല? നമ്മുടെ ഈ 150 ലക്ഷം രൂപ ഓഫർ ചെയ്തവർക്ക് പറ്റിയില്ല. ഓക്കെ, when he understood about the pathetic condition of the rickshaw pullers, he thought of making his organization Samman a social enterprise. He thought of empowering them by increasing their income. Samman is launched in 2007 with the money offered by his family and friends. ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ടാണ് എന്തിന് തുടക്കം ഉണ്ടാകുന്നത്? സമ്മാൻ ഫൗണ്ടേഷന് തുടക്കം ഉണ്ടാകുന്നത്. റിക്ഷ പുള്ളേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു മെയിനായിട്ടും. റിക്ഷ പുള്ളേഴ്സിൻ്റെ എന്താണ് അവസ്ഥ കണ്ടിട്ടാണ് ഈ സമ്മാൻ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2007 സമ്മാൻ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമ്മുടെ റിക്ഷ പുള്ളേഴ്സിനെയും അങ്ങനെ അതുപോലെയുള്ള ആൾക്കാരെ കൂടുതൽ എംപവർ ആക്കാനും അതുപോലെ കൂടുതൽ അവർക്ക് ഇൻകം ഉണ്ടാക്കി കൊടുക്കാനും വേണ്ടിയിട്ടായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇതിനുള്ള മണി എവിടെ നിന്നായിരുന്നു കിട്ടിയത്? നമ്മുടെ ഇർഫാൻ അലമിന് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൊടുത്തിട്ടുണ്ടായിരുന്ന മണി വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. വെൻ എ റിക്ഷ പുള്ളർ അപ്രോച്ചസ് സമ്മാൻ ഹി ഹാഡ് ടു അണ്ടർഗോ വെരിഫിക്കേഷൻ പ്രോസസ്സ്. ഓക്കെ, ഒരു റിക്ഷ പുള്ളർ ഈ സമ്മാൻ ഫൗണ്ടേഷനിലേക്ക് വരാൻ പോവുകയാണ്, അതിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വെരിഫിക്കേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകണം. Then he was given a training of basic traffic. Okay, basic traffic rules ബാക്കി ആവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു ട്രെയിനിങ് ആർക്ക് പ്രൊവൈഡ് ചെയ്യും? ഈ റിക്ഷ പുള്ളറിന്, പുതിയതായിട്ട് വരുന്ന റിക്ഷ പുള്ളറിന് പ്രൊവൈഡ് ചെയ്യും. Then they are helped to obtain loans from banks. Okay, എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? പിന്നെ ബാങ്കിൽ നിന്ന് ലോൺസ് എടുക്കാനായിട്ട് സാധിക്കും. They were providing insurance. അപ്പോൾ അവർക്ക് ബാങ്കിൽ ലോൺ എടുക്കാനും അവർക്ക് തന്നെ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുകയും പിന്നെ ID കാർഡും യൂണിഫോം ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങും. In Samman rickshaws, there were spaces for selling products and displaying
അഡ്വർടൈസ്മെൻറ്റ്. ഓക്കെ, സമ്മാൻ്റെ കീഴിലുള്ള റിക്ഷ പുള്ളേഴ്സിൻ്റെ റിക്ഷയിലൊക്കെ എന്തുണ്ടായിരിക്കും, സെല്ലിങ് പ്രോഡക്ട്സ്, പല പല ബോട്ടിൽസ് മാത്രമല്ല, പിന്നീട് സെല് ചെയ്യാൻ തുടങ്ങിയത് പല പല പ്രോഡക്ട്സ് സെല് ചെയ്യാനായിട്ട് തുടങ്ങി. ആ സെല് ചെയ്യാൻ ആ പ്രോഡക്ട്സും അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും. ദ മണി ദ റിസീവ്ഡ് ബൈ ട്രാൻസ്പോർട്ടിംഗ് പാസഞ്ചേഴ്സ് കുഡ് ബി ടേക്കൺ കംപ്ലീറ്റ്ലി ബൈ ദം, ബട്ട് ദ പ്രോഫിറ്റ് ഫ്രം ദ അതർ സോഴ്സ് ഹാഡ് ബീൻ ഷെയർഡ്. ഓക്കെ, റിക്ഷ പുള്ളർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരാളെ മറ്റൊരാൾ അടുത്ത് കൊണ്ടാക്കുക, നമുക്കറിയാലോ. അപ്പം അങ്ങനെ കിട്ടുന്ന പൈസ, ഓക്കെ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന പൈസ ആ ഒരു റിക്ഷ പിള്ളറിന് തന്നെ ഉള്ളതാണ്. പക്ഷേ ഈ ഒരു അഡ്വർടൈസിങ് വഴിയും അതുപോലെ പിന്നെ വരുന്ന നമ്മുടെ ഈ ഒരു ബോട്ടിൽസും ബാക്കി പ്രോഡക്ട്സ് ഒക്കെ വിൽക്കുന്നത് വഴിയും കിട്ടുന്ന പൈസ നമ്മൾ ഇർഫാൻ അലമിനോട് കൂടിയിട്ട് എല്ലാവരും കൂടിയും ആ റിക്ഷ പിള്ളറും ഷെയർ ചെയ്യും. ഓക്കെ, ഇൻ അഡീഷൻ ടു മാനിറ്ററി ബെനിഫിറ്റ് ദേ ഫെൽറ്റ് എംപവർഡ്. ദെയർ ചിൽഡ്രൻസ് ആൻഡ് സ്പൗസസ് വെയർ given free evening class called Samman Gyan. It gave them dignity and feeling of inclusion. ഓക്കെ, അപ്പോൾ ഈ ഒരു സമ്മാൻ ഫൗണ്ടേഷൻ്റെ കീഴിൽ വരുന്നവരുടെ ഫാമിലിക്കും വൈഫിനും ചിൽഡ്രൻസിനൊക്കെ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സമ്മാൻ ഗ്യാൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് അവർക്ക് കൂടുതൽ എന്താണ്, എംപവർ ആവാനും ഒക്കെ, അവർ ഡിഗ്നിറ്റിയോട്, അപ്പോൾ അവരും ഒരു വ്യക്തിയാണ്, അതുപോലെ തന്നെ എങ്ങനെ സമൂഹത്തിൽ നല്ല ഡിഗ്നിറ്റിയോടെ ജീവിക്കുക എന്നുള്ളതൊക്കെ ഉള്ളത് അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇർഫാൻ അലമിൻ്റെ ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോർമലി വരുന്ന ക്വസ്റ്റ്യൻസ്, ഇർഫാൻ അലമായിട്ടുള്ള ഇൻ്റർവ്യൂ വരാറുണ്ട്, പിന്നെ ഓൺട്രപ്രണർഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്, എന്തൊക്കെയാണ് ഇർഫാൻ അലമിൻ്റെ മോട്ടിവേഷൻ എന്തൊക്കെയായിരുന്നു എന്ന് വരാറുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ബേസ് ചെയ്തൊക്കെ തന്നെയാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. പിന്നെ ലെറ്റർ ടു എഡിറ്ററൊക്കെ വരാറില്ല, ലെറ്റർ ടു എഡിറ്ററല്ല, ലെറ്റർ ടു ഫ്രണ്ട്. ഇർഫാൻ അലമിൻ്റെ ഈ ഒരു സ്റ്റോറി അറിഞ്ഞ ശേഷം മോട്ടിവേറ്റ് ആവുകയാണ്, അപ്പോൾ ഫ്രണ്ടും നിങ്ങളും കൂട്ടിയിട്ട് ചേർന്നിട്ട് എന്തെങ്കിലും സംരംഭം തുടങ്ങാനായിട്ട് തീരുമാനിക്കുകയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് വെൻ എ സ്ലാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ, വാങ്കരി മത്തായുടെ ഒരു സ്പീച്ചാണ് വരുന്നത്. ഓക്കെ, വാങ്കരി മത്തായി അക്സെപ്റ്റഡ് എ നോബൽ പ്രൈസ് ഓൺ ബിഹാഫ് ഓഫ് പീപ്പിൾ ഓഫ് കെനിയ ആൻഡ് ആഫ്രിക്ക ആൻഡ് ഇൻ നീഡഡ് ദ വേൾഡ് ആസ് ഷീ വാസ് ദ ഫസ്റ്റ് അമേരിക്കൻ വുമൺ ടു റിസീവ് ദ പ്രൈസ്. ഓക്കെ, നമ്മുടെ വാങ്കരി മത്തായി നോബൽ പ്രൈസ് റിസീവ് ചെയ്യുന്ന സമയത്തുള്ള ഒരു എന്താണ് പറയുക സ്പീച്ചാണ് ഈ ഒരു ചാപ്റ്റർ മുഴുവൻ. ഓക്കെ, ഈ വാങ്കരി മത്തായി ആയിരുന്നു വേൾഡ്സ് അമേരിക്കൻ വുമൺ. ഓക്കെ, ഫസ്റ്റ് അമേരിക്കൻ വുമൺ ടു റിസീവ് നോബൽ പ്രൈസ് കിട്ടിയ ഫസ്റ്റ് അമേരിക്കൻ വുമൺ ആരായിരുന്നു, വാങ്കരി മത്തായി ആയിരുന്നു. ഓക്കെ, ആർക്ക് വേണ്ടിയിട്ടാണ്, കെനിയയെ ആഫ്രിക്കയെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മുടെ വാങ്കരി മത്തായി ഒരു അവാർഡ് വാങ്ങുന്നത്. ഷീ ഹോപ്പ് ദാറ്റ് ഹെർ നോബൽ പ്രൈസ് വുഡ് ബി ആൻ ഇൻസ്പിറേഷൻ ഫോർ വുമൻസ് ആൻഡ് ഗേൾസ് ടു റിയാക്ട് ആൻഡ് ടേക്ക് അപ്പ് ലീഡർഷിപ്പ്. ഓക്കെ, വാങ്കരി മത്തായി എന്താണ് പറയുന്നത്, ഇങ്ങനെ ഒരു എന്താണ് ഉപകാരം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൈസ് ഈ വാങ്കരി മത്തായി കിട്ടുന്നത് വഴിയിട്ട് ആർക്കൊക്കെ ഇൻസ്പയർഡ് ആവും എന്നാണ് പറയുന്നത്, വുമൻസും ഗേൾസും ഇൻസ്പയർഡ് ആവുകയാണ്, ലീഡർഷിപ്പ് ക്വാളിറ്റി അവരിലേക്ക് വരുമെന്നാണ് പറയുന്നത്. ഷീ ഗോട്ട് ഇൻസ്പയർഡ് ബൈ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ബൈ ആൻഡ് ഒബ്സർവേഷൻ ഓഫ് നാച്ചർ ഇൻ റൂറൽ കെനിയ. ഓക്കെ, നമ്മുടെ വാങ്കരി മത്തായി എങ്ങനെയാണ് ഇൻസ്പയർഡ് ആയത്, ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് കൊണ്ടാണ്. ഓക്കെ, കെനിയയുടെ കുറച്ച് നാച്ചുറലും റൂറൽ നാച്ചുറൽ അവിടുത്തെയുള്ള കുറച്ച് കാര്യങ്ങൾ വഴിയിട്ടാണ് നമ്മുടെ വാങ്കരി മത്തായി ഇൻസ്പയർഡ് ആയത്. ഷീ വിറ്റ്നസ്ഡ് ഫോറസ്റ്റ് ബീങ് ക്ലിയർഡ് ആൻഡ് റീപ്ലേസ്ഡ് ബൈ കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻ. ഹി ഡിസ്ട്രോയ് ദ ലോക്കൽ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കപ്പാസിറ്റി ഓഫ് ഫോറസ്റ്റ് ഓഫ് കൺസർവ് വാട്ടർ. ഓക്കെ, അപ്പോൾ നമ്മുടെ വാങ്കരി മത്തായി എന്താണ് കണ്ടത്, നമ്മുടെ ഫോറസ്റ്റൊക്കെ കെനിയയിലുള്ള ഫോറസ്റ്റൊക്കെ വെട്ടി മാറ്റുവാണ്, അവിടെ എന്താണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി. ഒക്കെ നമ്മളെല്ലാ ഫോറസ്റ്റും വെട്ടി മാറ്റുന്നത് വഴിയിട്ട് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി കുറയും, അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ കൺസർവേഷൻസ് ഒക്കെ ലോ ആവുകയും ചെയ്യും. She started Green Belt movement in 1977 to address the needs of rural women like availability of firewood, cleaning water, balanced diet, shelter, and income. Throughout, American women were the primary caretakers of the family. So if there were scarcity of natural resources, women were incapable to sustain their family. She understood that when environment was destroyed, it would lead to the reduction of the quality of life even the future generation. The activities of Greenbelt movement started with the planting of trees. They have planted over 30 million trees with provided them fuel, food, shelter and income to support their childhood education and household needs. It also created employment, improved soil and watershed. ഇവിടെ പറയുന്നത് എന്താണെന്ന് പറയുമ്പോൾ
ഈ ഒരു നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു ഫോറസ്റ്റ് ഒക്കെ വെട്ടി മാറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാരണം നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ബാങ്ക് മത്തായി ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ് 1977. ഈ ഒരു നമ്മൾ ഈ ഫോറസ്റ്റ് കട്ട് ചെയ്യുന്ന വഴി നാച്ചുറൽ ഡാമേജ് ചെയ്യുന്ന വഴി ഏറ്റവും കൂടുതൽ ഹാം ഉണ്ടാക്കുന്ന ആർക്കെന്നാണ് പറഞ്ഞിരിക്കുന്നത്? വുമൻസിനാണ്. കാരണം വുമൻസ് അതൊക്കെ അറ്റാക്കേഴ്സ് ഓഫ് ദ ഫാമിലി ഇൻ ആഫ്രിക്ക. ഓക്കെ ആണല്ലോ. അപ്പം അവർക്ക് അത് ഭയങ്കര പ്രശ്നമാവും എന്നാണ് പറയുന്നത്. അണ്ടർസ്റ്റാൻഡ് എൻവയോൺമെൻറ്റ് ഈസ് ഡിസ്ട്രോയിഡ്. ഡേ ടു ഡേ പോകും തോറും എൻവയോൺമെൻറ്റ് ഡിസ്ട്രോയ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എന്ത് കുറയ്ക്കുമെന്നാണ് പറയുന്നത്? ക്വാളിറ്റി ഓഫ് ലൈഫും അതുപോലെ തന്നെ ഫ്യൂച്ചർ ജനറേഷൻ അത് നല്ലപോലെ അഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മുടെ ഫുഡ്, ഷെൽട്ടർ, അതുപോലെ മറ്റു പല കാര്യങ്ങളും നമുക്ക് എന്താണ് അഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ദ വർക്ക് വാസ് ഡിഫിക്കൾട്ട് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ പീപ്പിൾ വെയർ അൺഎബിൾ ടു ഫാക്ട് ഓഫ് ഡിസ്ട്രക്ഷൻ ഓഫ് environment would lead to scarcity of natural resources, which in turn would cause poverty and even conflict. They were also unaware of the economic injustice which existed all around the world. They responded positively when they were made aware of it. Angry Mata realized the need of domestic peaceful society set up by the protection of environment. So trees become the symbol of democratic struggle in Kenya. The citizens were organized to protect against the widespread misuse of power, corruption and environmental mismanagement. Later, trees become the symbol of peace and conflict resolution. ഓക്കെ, അപ്പോൾ കെനിയയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്തായിരുന്നു? എൻവയോൺമെൻറ്റൽ ഡാമേജ് ആയിരുന്നു. അപ്പോൾ അതുവഴി ആർക്കാണ് ഏറ്റവും കൂടുതൽ ഹാം വരുത്തുന്നതെന്നാണ് പറഞ്ഞത്? വുമൻസിനാണ് ഹാം വരുത്തുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സ് വൈ കോസ് പോവർട്ടി, ഇത് എന്തിനൊക്കെ കാരണമാവും? പോവർട്ടിക്ക് കാരണമാവും. അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും, നമ്മുടെ കൺട്രി തന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള കാരണമാവും. പിന്നെ എക്കണോമിക് ഇൻജസ്റ്റിസ്, ഇതൊക്കെ നമ്മുടെ എന്താണ് ഈ ഒരു നമ്മുടെ ഡീഫോറസ്റ്റേഷൻ വഴിയിട്ട് കാരണമാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ബാങ്ക്രിമത്തായി എന്ത് പറയുന്നുണ്ട്? അപ്പോൾ ഈ ഒരു ചാപ്റ്റർ മുഴുവൻ പറയുന്നത് നമ്മുടെ കെനിയയിലുണ്ടായ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസിനെ പറ്റിയിട്ടും അത് വുമൻസിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തത് എന്നൊക്കെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂളിൽ നമ്മുടെ എൻവയോൺമെൻറ്റ് ഡേക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മുടെ എന്താ പറയുക, നമുക്ക് നാച്ചുറൽ കൺസർവേഷനെ പറ്റിയിട്ടുള്ള സ്പീച്ച്, പിന്നെ അതുപോലെ തന്നെ നാച്ചറിനെ പറ്റിയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നതൊക്കെ. അല്ലാണ്ട് വേറെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഈ ചാപ്റ്ററിൽ നിന്ന് വരാറില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. അടുത്ത ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് ആണ്. എന്താണ് ഡ്രഗ് എങ്ങനെയാണ് നമ്മുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് സൊസൈറ്റി അഫക്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, Drugs have been discovered to prevent and cure physical diseases and mental disturbance. ഓക്കെ, ഡ്രഗ് എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടുപിടിച്ചേക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്? ഫിസിക്കൽ ഡിസീസസും അതുപോലെ തന്നെ മെൻ്റൽ ഡിസ്റ്റർബൻസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് കണ്ടുപിടിച്ചേക്കുന്നത്. ബട്ട് വെൻ പീപ്പിൾ അൺനെസസറി ഡിപ്പെൻഡ് ഓൺ ഡ്രഗ് ഇറ്റ് വിൽ ലീഡ് ടു ഡ്രഗ് അബ്യൂസ്. ഓക്കെ, ഈ ഡ്രഗ്സ് അൺനെസസറി ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കാണ് അത് ഡ്രഗ് അബ്യൂസായിട്ട് മാറുന്നത്. We should differentiate between medicines and sensual drugs. രണ്ട് ടൈപ്സ് ഡ്രഗ്സ് ആണുള്ളത്, മെഡിസിനൽ ഡ്രഗ്സും അതുപോലെ തന്നെ സെൻഷ്വൽ ഡ്രഗ്സും ആണുള്ളത്. മെഡിസിനൽ ഡ്രഗ്സ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ ഡിസീസസ് ഒക്കെ കുറയ്ക്കാനായിട്ട് വേണ്ടിയിട്ടുള്ളതാണ്. സെൻഷ്വൽ ഡ്രഗ്സ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഒരു ഇന്നർ പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് സെൻഷ്വൽ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ. ദ ഹിസ്റ്ററി ഓഫ് മെഡിക്കൽ യൂസ് ഓഫ് ഡ്രഗ്സ് ഗോസ് ബാക്ക് ടു ദ period of Hippocrates, the father of medicine. According to his principle, the medicine should suit both the diseases and പേഷ്യൻസ്. ഓക്കെ, എന്താണ് നമ്മുടെ ഒരു മെഡിസിൻ കഴിക്കുമ്പോൾ രണ്ട് പേരെയും സ്യൂട്ടായിരിക്കണം. ഡിസീസസിനെ സ്യൂട്ടാവുന്നതും ആയിരിക്കണം, അതുപോലെ തന്നെ നമ്മുടെ പേഷ്യൻറ്റിന് സ്യൂട്ടാവുന്നതായിരിക്കണം. സെൻഷ്വൽ ഡ്രഗ്സ് പ്രൊവൈഡ് എ സ്ട്രോങ് സെൻസ് ഓഫ് പ്ലഷർ അറ്റ് ദ ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് യൂസിങ് ഇറ്റ് ആസ് ആൻ ആക്ടിവിറ്റി പ്ലഷർ സെൻറ്റർ ഓഫ് ദ ബ്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിനിന് ഒരു പ്ലഷർ ഉണ്ടാക്കാനായിട്ട് എന്താണ് പ്രത്യേക ഒരു ഫീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സെൻഷ്വൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്. ദ ഫങ്ഷനിങ് ഓഫ് ബ്രെയിൻ ഈസ് റെഗുലേറ്റഡ് ബൈ എ കോംപ്ലക്സ് series of chemical process. It gets upset by the continuous use of essential drugs. ഓക്കെ, നമ്മുടെ ബ്രെയിൻ എന്നൊക്കെ പറയുന്നത് ചെറിയ എന്താണ് നെർവ്സിൻ്റെ കൺട്രോളും ചെറിയ കാര്യങ്ങളുടെ കൺട്രോളിൽ പോകുന്നില്ല. അപ്പം അതെന്താവും? നമ്മുടെ ഡെയിലി അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എസെൻഷ്യൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് വഴിയിട്ട് അത് ഡിസ്റ്റർബ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദ പ്ലഷർ മെക്കാനിസം വീക്കൻഡ് ആൻഡ് മേ ഈവൻ ഫെയിൽ ടു റെസ്പോണ്ട് ഇൻ ലേറ്റർ സ്റ്റേജസ്. ഓക്കെ, അപ്പം ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും പല കാര്യങ്ങൾക്ക്
നമ്മുടെ സൊസൈറ്റി നടക്കുന്നതാവട്ടെ, നമ്മുടെ കൺമുമ്പിൽ കാണുന്ന പല കാര്യങ്ങൾക്ക് പോലും നമുക്ക് റെസ്പോണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് എന്താണ് നടക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള ബോധം പോലും ഉണ്ടാവാറില്ല. Then use of drugs may provide the only relief from withdrawal symptoms. Then physical discomfort and personality changes may appear in the advanced stage of drug addiction. ഡ്രഗ് അഡിക്ഷനിൽ നമുക്ക് ഫിസിക്കൽ ആയിട്ടും അതുപോലെ തന്നെ മെൻ്റൽ ആയിട്ടും പേഴ്സണാലിറ്റി ചേഞ്ചും അങ്ങനെ ഒരുപാട് ചേഞ്ചാണ് നമുക്ക് ഈ ഒരു എന്തിലുണ്ടാവുന്ന ആദ്യത്തെ സ്റ്റേജിലല്ല ലാസ്റ്റ് ഇങ്ങനെ എന്താ ഡെയിലി യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ ഒരു സ്റ്റേജിലേക്ക് വരും. He may feel depressed and fail to respond to his environment to other people. എപ്പോഴും ഡിപ്രസ് ആയിട്ട് എപ്പോഴും മൂടി ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ സൊസൈറ്റി എന്താണ് നടക്കുന്നത്, നമ്മൾ മുന്നേ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ പോലും പുറത്ത് തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായി പോവും. ഓക്കെ ആണല്ലോ. ഹിസ് മെൻ്റൽ ഡിസ്റ്റർബൻസ് വിൽ സിമിലർ ടു പാരനോണിയ. ദ പോസിബിൾ കോൺസിക്വൻസസ് ഓഫ് ഡ്രഗ് അബ്യൂസ് റേഞ്ച് ഫ്രം ദ ഡെലിയറിയസ് എഫക്റ്റ് ഓഫ് ഡെത്ത് ഫ്രം ഓവർഡോസ്. ഓക്കെ, ലാസ്റ്റ് എന്ത് തന്നെയാണ് ഈ ഒരു ഡ്രഗ് അഡിക്ഷന് വേറൊരു പരിമിതി നോക്കി നിർത്തുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു അവസാനം എന്ന് പറയുന്നത് ഡെത്ത് തന്നെയാണെന്നാണ് പറയുന്നത്. ഇറ്റ് വിൽ ലീഡ് ടു ഡീജനറേഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ഡെപ്ലീഷൻ ഓഫ് ബ്രെയിൻ ഫങ്ഷനിങ്. ഈ ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്നതായിട്ട് നമ്മുടെ പല ഇന്നർ ഓർഗൻസിലാണ് പലപ്പോഴും നമുക്ക് എന്തുണ്ടാകുന്നത്, ഡാമേജ് ഉണ്ടാകുന്നത്. ഒരിക്കലും ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നവ ഒരിക്കലും നമുക്കൊരു അഡ്വാൻറ്റേജും കിട്ടുന്നില്ല. നമ്മുടെ ലൈഫിലാവട്ടെ, ഫ്യൂച്ചറിലാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്കാവട്ടെ, നമ്മുടെ ഫാമിലിക്കാവട്ടെ, ഫ്രണ്ട്സിനാവട്ടെ, നമ്മൾ ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നത് വഴിയിട്ട് ഒരു എന്തും കിട്ടുന്നില്ല, ഒരു അഡ്വാൻറ്റേജും കിട്ടുന്നില്ല. നമുക്ക് ആ പ്രസൻറ്റ് ടൈമിലാക്കിയുള്ള ഒരു പ്ലഷർ അത് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അല്ലാണ്ട് നമുക്ക് ഫ്യൂച്ചറിന് വേണ്ടിയിട്ടോ ഒന്നും ഒരു അഡ്വാൻറ്റേജും കിട്ടുന്നില്ല. നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, കൊച്ചു കുട്ടികൾ മുതൽ ഞാനിത് യൂസ് ചെയ്യുന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഡ്രഗ്സ് യൂസ് ചെയ്താൽ നമ്മൾ തന്നെ ഹാം ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. എന്നിട്ടും നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? വീണ്ടും നിങ്ങളെ തന്നെ ഹാം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഡ്രഗിനെ പറ്റിയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് പോയിൻറ്റ്സ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ നിന്നൊക്കെ കുറച്ച് പോയിൻറ്റ്സ് പഠിച്ച് വെച്ചേക്കുക. ഡ്രഗിനെ പറ്റിയിട്ടൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ദ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് നോക്കാം. A humorous play which presents some humorous events taking place in post office. The postal assistant is the main character of the play, who is a friendly, polite and patient, understanding and sympathetic lady. എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു സ്റ്റോറിയിൽ എന്താണ് പോസ്റ്റ് ഓഫീസിൽ നടക്കുന്ന ഒരു കോമഡി ആയിട്ടുള്ളൊരു സീൻസാണ് ഈ ഒരു സ്റ്റോറിയിൽ കാണിക്കുന്നത്. ഓക്കെ, അതിൽ ഏറ്റവും മെയിൻ ക്യാരക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പോസ്റ്റൽ അസിസ്റ്റൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ലേഡിയുടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, ക്യാരക്ടർ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഫ്രണ്ട്ലി ആണ്, പൊളൈറ്റ് ആണ്, പേഷ്യൻ്റ് ആണ്, അണ്ടർസ്റ്റാൻഡിങ് ആണ്, സിമ്പത്തറ്റിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷീ ഡീൽസ് വിത്ത് ഓൾ ദ കസ്റ്റമേഴ്സ് ഹു വിസിറ്റ് ദ പോസ്റ്റ് ഓഫീസ് ഇൻ എ ഫ്രണ്ട്ലി വേ. ഓക്കെ, ആര് പോസ്റ്റ് ഓഫീസിൽ വന്നാലും നല്ല ഫ്രണ്ട്ലി വേയിലാണ് മാനേജ് ചെയ്യുന്നത്. എ ലേഡി നാmed മിസ്റ്റർ സ്മിത്ത് ഈസ് അനദർ ക്യാരക്ടർ. ഓക്കെ, മറ്റൊരു ലേഡിയാണ് ഇതിലെ വേറൊരു ക്യാരക്ടർ, മിസ്സിസ് സ്മിത്ത് എന്ന് പറയുന്നത്. ഷീ കംസ് ടു ദ പോസ്റ്റ് ഓഫീസ് ഫോർ സ്റ്റാമ്പ്സ് ആൻഡ് പോസ്റ്റൽ ഓർഡർ. ഷീ ഈസ് ഓൾസോ എ ഫ്രണ്ട്ലി ലേഡി. ഓക്കെ, പോസ്റ്റ് ഓർഡറിന് വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്, പോസ്റ്റ് ഓഫീസിൽ വരുന്നത് മിസ്സിസ് സ്മിത്ത് വരുന്നത്. മിസ്സിസ് സ്മിത്ത് എങ്ങനെ തന്നെയാണ് ഒരു ഫ്രണ്ട്ലി ലേഡി തന്നെയാണ്. ഷീ ഗ്രീസ് ദ പോസ്റ്റൽ അസിസ്റ്റൻറ്റ് ആൻഡ് ഈവൻ ഷെയർസ് ഹെർ പേഴ്സണൽ ഇൻഫോർമേഷൻ ടു ഹെർ. ഓക്കെ, നമ്മുടെ പോസ്റ്റൽ അസിസ്റ്റൻറ്റിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന അല്ലെങ്കിൽ പേഴ്സണൽ മാറ്റേഴ്സ് പോലും പറയുന്ന ആരെന്ന് പറഞ്ഞാൽ നമ്മുടെ മിസ്സിസ് സ്മിത്ത്. ഷീ ഈസ് ഓൾസോ വെരി systematic and prompt in doing things. The next character, Mrs. Jones, is a serious, rude and unfriendly character. She uses a commanding tone and talks rudely to the post assistant. She has the habit of doing things at the last minute. Okay, അപ്പോൾ ഈ മറ്റൊരു ലേഡി എന്ന് പറയുമ്പോൾ ആരാണ്? മിസ്സിസ് ജോൺസ് ആണ്. ഓക്കെ, ആ ലേഡി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടുപേരെയും പോലെ അല്ല, കുറച്ച് റൂഡായിട്ടുള്ള അൺഫ്രണ്ട്ലി ആയിട്ടുള്ള ക്യാരക്ടറാണ്. ലാസ്റ്റ് മിനിറ്റിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കുക എന്നുള്ളതായിരുന്നു ആരുടെ ഒരു സ്വഭാവം? നമ്മുടെ മിസ്സിസ് ജോൺസിൻ്റെ സ്വഭാവം. ഓക്കെ, എ ഡഫ് ഓൾഡ് ജെന്റിൽമാൻ ഹു കംസ് ടു ദ പോസ്റ്റ് ഓഫീസ് ഇൻ ഡീഡ് എ കോമിക് ക്യാരക്ടർ ആൻഡ് ഹീ ഈസ് നോട്ട് ഏബിൾ ടു ഹിയർ വാട്ട് ദ പോസ്റ്റൽ അസിസ്റ്റന്റ് സെഡ് ആൻഡ് അമ്യൂസസ് എവരിവൺ വിത്ത് ഹിസ് കോമിക് റിമാർക്ക്.
fussy old daddy who comes to post office thinking it is pet clinic also giving a comic effect. ഓക്കെ, ഇവിടെ ഒരു ആര് വരുന്നുണ്ട്, ഒരു ഡെഫായിട്ടൊരു മാം വരുന്നുണ്ട്. അത് നമ്മുടെ ഈ ഒരു സ്റ്റോറിയിൽ ഒരു കോമഡി എഫക്റ്റ്, കോമിക് എഫക്റ്റ് തരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ലേഡി വരുന്നുണ്ട്, പെറ്റ് ഷോപ്പാണെന്ന് പറഞ്ഞ ലേഡി വരുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ ഒരു കോമിക് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഷീ ഈസ് കൈൻഡ് ടു ദ പോസ്റ്റൽ അസിസ്റ്റൻറ്റ് ആൻഡ് ഈവൻ ബൈ സ്റ്റാമ്പ്സ് as she has trouble her. ഓക്കെ, ഈ ഒരു ലേഡി എന്ന് പറയുമ്പോഴത്തേക്ക് കൈൻഡ് പേഴ്സൺ ആണ്. എന്ത് വാങ്ങുന്നുണ്ട്, സ്റ്റാമ്പ് വാങ്ങുന്നുണ്ട്, സ്റ്റാമ്പ് പോസ്റ്റൽ അസിസ്റ്റൻറ്റിൽ നിന്ന്. ദ ഫാമർ ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ പേ ആൻഡ് he gives the news about the bomb in the post office which comes crucial in the events that follow. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫാർമറും കൂട്ടിയിട്ട് വരുന്നുണ്ട്. ഫാർമർ ആകുമ്പോൾ ഒരു മെയിൻ ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ ഈ പോസ്റ്റ് ഓഫീസിലൊക്കെ ബോംബ് വെക്കുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസും കൊണ്ടാണ് ആര് വരുന്നത്, നമ്മുടെ ഫാർമർ വരുന്നത്. അപ്പോൾ ബാക്കി സ്റ്റോറി ചുരുക്കി പറയാം. എന്താണെന്ന് പറയുമ്പോഴത്തേക്കും പിന്നീട് ഈ ഫാർമർ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഒരു ഫോറിൻ ടൂറിസ്റ്റ്, ഒരു ഫോറിനർ അവിടെ വന്നിട്ട് ഒരു പാഴ്സൽ കൊടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ആ പാഴ്സലിൽ നിന്ന് ടിക് ടിക്ക് എന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അത് ബോംബാണ് എന്ന് കരുതിയിട്ട് ഈ പോസ്റ്റൽ അസിസ്റ്റൻസും ബാക്കി എല്ലാവരും കൂടിയിട്ട് ചേർന്ന് അത് ബോംബാണെന്ന് കരുതി ആ ഒരു പാഴ്സലിനെ ഏതിലേക്ക് മുക്കുന്നുണ്ട്, വാട്ടറിലേക്ക് താഴ്ത്തുന്നുണ്ട്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞതിന് ശേഷമാണ് അവർ നോക്കുമ്പോഴത്തേക്കും അത് എന്താണോ വില കൂടിയ ഒരു ക്ലോക്കായിരുന്നു. അപ്പോൾ ഈ പ്ലേ എന്താണ് പറഞ്ഞു തരുന്നത്, ഈ പ്ലേ കൊണ്ടുള്ള ഉദ്ദേശം അല്ലെങ്കിൽ എന്ത് മീനിങ് ആണ് പറഞ്ഞു തരുന്നത്? പ്ലീസ് ഡു നോട്ട് ബ്ലൈൻഡ്ലി ബിലീവ് ദ വേർഡ്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ വാക്കുകൾ മാക്സിമം ബിലീവ് ചെയ്യാതിരിക്കുക, ബ്ലൈൻഡ്ലി ഒക്കെ ഫുള്ളായിട്ട് വിശ്വസിക്കാതിരിക്കാൻ നോക്കുക. നമുക്ക് എന്താണോ തോന്നുന്നത് നമ്മുടെ സ്റ്റാൻഡിൽ നിൽക്കാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോർമലി ചോദിച്ചു വരുന്ന ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ ഹ്യൂമറായിട്ട് തോന്നുന്നു, നമുക്ക് കുറച്ച് കോമഡി ആയിട്ട് തോന്നുന്ന പോർഷൻ ഏതാണെന്ന് നമുക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്ത വരുന്നത് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ. Crime and Punishment is a story written by R.K. Narayanan which shows the need for making children obedient and disciplined. The child in the story was only child of their parents, so they pampered him a lot and provided him with all necessary as well as unnecessary facilities. But it only foils the child as he misbehaves to the teacher and troubles him a lot by making him to do everything he wants. ഓക്കെ, എന്ന് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ചൈൽഡിനെ എങ്ങനെയാണ് ഡിസിപ്ലിനോട് കൂടിയിട്ട് കൊണ്ടുവരേണ്ടത്, അതുപോലെ തന്നെ ഒരു ചൈൽഡ് എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. ഒരു എക്സാമ്പിൾ ഈ ഒരു ചൈൽഡിനെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു കുട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ആ കുട്ടിയുടെ പാരൻസിൻ്റെ ഒരു ഒറ്റ മോനാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ഒരാളായത് കൊണ്ട് തന്നെ ഭയങ്കര പാമ്പറായിട്ട് എല്ലാ ഫെസിലിറ്റീസും അൺനെസസറി ആയിട്ടുള്ളത്, ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും കൊടുത്താണ് വളർത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എഫക്റ്റ് ആരിൽ കാണിക്കുന്നുണ്ട്, ടീച്ചറിൽ കാണിക്കുന്നുണ്ട്. ടീച്ചറിനെ പോലും ഒരുപാട് സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു മിസ്ബിഹേവ് ചെയ്യുകയാണ് ആ കുട്ടി ചെയ്യുന്നത്. ഓക്കെ, ദ ടീച്ചർ ഹാഡ് ടു ബിയർ ഓൾ ദ ടോർച്ചേഴ്സ് ആൻഡ് ഹീ ഹാസ്. ഓക്കെ, ഇത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ടീച്ചർ പഠിച്ചു എന്തോ ഒരു മിസ്റ്റേക്ക് കാണിച്ച സമയത്ത് ടീച്ചർ കുട്ടിയെ അഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം വീട്ടിൽ പറയുമെന്ന് ആര് ഭീഷണിപ്പെടുത്തുന്നുണ്ട്? കുട്ടി ടീച്ചറിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. കാരണം നമുക്കറിയാം കുട്ടി അടിക്കുന്നത് ഒരു കുറ്റകരമായ കാര്യമാണല്ലേ. അപ്പം നമുക്ക് ഇത് വീട്ടിൽ ഒന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത് അടിക്കാനുള്ള കാര്യം എന്താണ്? ഈ കുട്ടിയുടെ മിസ്ബിഹേവ് ആണല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് പറയുമ്പോഴത്തേക്കും ഈ കുട്ടി പറയുന്ന പോലെ ടീച്ചർ കളിക്കുകയും അതുപോലെ തന്നെ ബാക്കി കുട്ടിയുടെ കൂടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ബീറ്റ് ചെയ്ത കാര്യം വീട്ടിൽ പറയുമെന്നാണ് കുട്ടി പറയുന്നത്. ഓക്കെ, അപ്പം ഇത് ഓർത്ത് ആര് പേടിക്കുന്നുണ്ട്? ടീച്ചർ പേടിക്കുന്നുണ്ട്. ഓക്കെ, ടീച്ചറിന് പിന്നെ കുറ്റകരം അല്ലേ. ടീച്ചർ പേടിച്ച എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നീട് അച്ഛനും അമ്മയും വന്നു കഴിയുമ്പോഴത്തേക്കും ഈ കുട്ടി എന്താണ്, അപ്പം ഈ കുട്ടി പേടിക്കുന്നത് എന്തിനെയാണ്? ഈ ടീച്ചർ ഈ കുട്ടിയുടെ സ്വഭാവം ഇതാണ് എന്ന് അച്ഛനും അമ്മയെടുത്ത് പറഞ്ഞു കൊടുക്കുമോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ +2 ഇംഗ്ലീഷിലെ എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോയംസ് നോക്കാം. കറക്റ്റ് ഒരു 52-53 മിനിറ്റ് ഉണ്ടാകുന്നുണ്ടെന്ന് തോന്നുന്നു.
ഓക്കെ, അപ്പോൾ കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ്, നിങ്ങൾ സ്പീഡിട്ട് കാണുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 മണിക്കൂർ ചിലവഴിച്ചാൽ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നല്ലപോലെ മനസ്സിലാക്കുക. കുറച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു പോയതുകൊണ്ടാണ് ഇത്രയും ലെങ്ത് ആയത്. ഞാൻ പോയത്തിൻ്റെ വീഡിയോ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ബാക്കി സബ്ജക്ട്സിൻ്റെ ഒക്കെ വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് ബിസി ആയിപ്പോയി, ഈ വീക്ക് കുറച്ച് ബിസി ആയിപ്പോയതുകൊണ്ടാണ് ബാക്കി വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാണ്ടിരുന്നത്. പിന്നെ എല്ലാം പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഓൾ. നല്ലോണം പഠിക്കുക കേട്ടോ, സമയമില്ല, നല്ലോണം പഠിക്കുക. താങ്ക് യു ഓൾ.